ഹായ് എവരിവൺ, PSC റാങ്ക് ഹോൾഡർ ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ANF അഥവാ ആൻറ്റി ന്യൂട്രീഷണൽ ഫാക്ടേഴ്സ്. ആൻറ്റി ന്യൂട്രീഷണൽ ഫാക്ടേഴ്സ് ഇതെന്ന് വെച്ചാൽ എന്താണ്? നമ്മുടെ നാച്ചുറലായിട്ട് നമ്മുടെ പ്ലാന്റ്സിനകത്ത് പ്രസൻ്റ് ആയിട്ടുള്ള കുറച്ച് കോമ്പൗണ്ട്സ് ആണ്. നമ്മുടെ ഫുഡിനൊക്കെ പ്രസൻ്റ് ആയിട്ടുള്ള കുറച്ച് കോമ്പൗണ്ടാണ് ഇത് ആൻറ്റി ന്യൂട്രീഷണൽ ഫാക്ടേഴ്സ് എന്ന് പറയുന്നത്. ശരിക്കും പറഞ്ഞാൽ ഇതിനകത്ത് ഒരു നറിഷ്മെൻറ്റും ഇല്ല, ഒരു ന്യൂട്രീഷനും നമുക്കത് തരുന്നില്ല. പക്ഷേ നമ്മുടെ ഫുഡിനകത്ത് അടങ്ങിയിരിക്കുന്ന ഒരു കോമ്പൗണ്ടാണ്, ഒരു നറിഷ്മെൻറ്റും കൊടുക്കുന്നില്ല. പകരം അവരെന്ത് ചെയ്യുന്നു? ന്യൂട്രിയൻ്റ് ഇൻടേക്കിനെ റിഡ്യൂസ് ചെയ്യുന്നു, ഡൈജഷനെ റിഡ്യൂസ് ചെയ്യുന്നു, അബ്സോർപ്ഷനെ റിഡ്യൂസ് ചെയ്യുന്നു, യൂട്ടിലൈസേഷനൊക്കെ റിഡ്യൂസ് ചെയ്യാണ് ചെയ്യുന്നുള്ളത്. അപ്പോൾ ഇതിനെയൊക്കെ ആൾട്ടർ ചെയ്യാണ് ആര് ചെയ്യുന്നുള്ളത്? ഈ പറഞ്ഞിരിക്കുന്ന ആൻറ്റി ന്യൂട്രീഷണൽ ഫാക്ടേഴ്സ്. അവർ നോർമലായിട്ട് നാച്ചുറലായിട്ട് പ്രസൻ്റ് ആയിട്ടുള്ളതാണ്. പിന്നെ നമുക്ക് എന്താ പറയുക, ഒരു നറിഷ്മെൻറ്റും തരാത്ത ആൾക്കാരാണ്. പക്ഷേ യൂഷ്വലി എന്താണ്? ഹാംഫുള്ളാണ് ഹ്യൂമൻസിന്. ചില സമയത്ത് മാത്രം ഇത് ബെനഫിഷ്യലായിട്ട് വരാറുണ്ട്, ചില സമയത്ത് മാത്രം. യൂഷ്വലി അത് ഹാംഫുള്ളാണ്. പിന്നെ ഇത് അറിയപ്പെടുന്ന മറ്റൊരു വേറൊരു പേരാണ് പ്ലാന്റ്സ് സെക്കൻഡറി മെറ്റബോളൈറ്റ്സ്. പ്ലാന്റ്സ് സെക്കൻഡറി മെറ്റബോളൈറ്റ്സ് എന്ന് കൂടി അറിയപ്പെടുന്നു. അപ്പോൾ ആൻറ്റി ന്യൂട്രീഷണൽ ഫാക്ടേഴ്സ് എന്ന് വെച്ചാൽ എന്താണെന്ന് മനസ്സിലായല്ലോ? പ്ലാന്റ്സിനകത്ത് കാണപ്പെടുന്ന നാച്ചുറലി ആയിട്ട് കാണപ്പെടുന്ന ഒരു സാധനമാണ്. ഒരു നറിഷ്മെൻറ്റും ആൻറ്റി ന്യൂട്രീഷനാണ്. അത് നമ്മുടെ ന്യൂട്രീഷൻ ഇൻടേക്കിനെയും ഡൈജഷനെയും അബ്സോർപ്ഷനെയും യൂട്ടിലൈസേഷനൊക്കെ റിഡ്യൂസ് ചെയ്യുന്ന ആൾക്കാരാണ് ആൻറ്റി ന്യൂട്രീഷണൽ ഫാക്ടേഴ്സ് എന്ന് പറയുന്നത്. ചില സമയത്ത് മാത്രം അത് ബെനഫിഷ്യലായിട്ട് വരാറുണ്ട്. അതായത് പല സ്റ്റേറ്റ്മെൻറ്റിനകത്തും ബെനഫിഷ്യൽ എന്ന് കണ്ടാൽ അത് ഓക്കെയാണ്. വല്ലപ്പോഴും, അതായത് റെയർലി അങ്ങനെ നമുക്ക് പറയാം, സംടൈംസ് അങ്ങനെ പറയാം. പിന്നെ അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് പ്ലാന്റ്സ് സെക്കൻഡറി മെറ്റബോളൈറ്റ്സ്. ഇനി ANFനെ നമ്മൾ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഒന്നെന്ന് വെച്ചാൽ പ്രോട്ടീൻസ്. കുറച്ച് പ്രോട്ടീൻസ് ഉണ്ട്, പലതരത്തിലുള്ള പ്രോട്ടീൻസ്. പിന്നെ ഉള്ളത് വേറെ അതർ സബ്സ്റ്റൻസസ്. പ്രോട്ടീൻസും ഉണ്ട്, അതർ സബ്സ്റ്റൻസസും ഉണ്ട്. ഈ പ്രോട്ടീൻസിനകത്ത് ഒന്നാണ് പ്രോട്ടിയേസ് ഇൻഹിബിറ്റേഴ്സ്. പ്രോട്ടിയേസ് എന്ന് പറയുന്ന എൻസൈമിൻ്റെ ഇൻഹിബിറ്റേഴ്സ് ആയിട്ട് വരുന്നതാണ് ഒന്ന്. പിന്നെ ലെക്റ്റിൻസ് എന്ന് പറയും, പിന്നെ പറയുന്നതാണ് ലെക്റ്റിൻസ്. പിന്നെ അവിഡിൻ. ഈ അവിഡിനെ കുറിച്ച് നമ്മൾ എഗ്ഗിൻ്റെ കേസിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു ഇല്ലേ? വിറ്റാമിൻ B12 അങ്ങനെ ഒരു വിറ്റാമിൻ അതിനകത്തുണ്ട്. അതിന് നമുക്ക് അവൈലബിൾ ആവില്ല. ഈ അവിഡിൻ എന്താണ്? ഇൻഹിബിറ്റ് ചെയ്യും. അപ്പോൾ നമ്മൾ എഗ്ഗ് ബോയിൽ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ എഗ്ഗ് ഹീറ്റ് ചെയ്യുമ്പോൾ ഈ അവിഡിൻ അവിടുന്ന് ഡിസ്ട്രോയ് ആവും. വിറ്റാമിൻ B12 നമുക്ക് അവൈലബിൾ ആവും അല്ലേ? വൈറ്റാമിൻ B12 ആണെന്ന് തന്നെ തോന്നുന്നു, അല്ലെങ്കിൽ വൈറ്റമിൻ B ഏതോ ഒന്നായിരുന്നു. അപ്പോൾ അതായിരുന്നു അവിഡിനെ കുറിച്ച് നമ്മൾ ആ കേസിൽ പഠിച്ചത്. അത് അവിടെ മനസ്സിലായല്ലോ. അതേപോലെ തന്നെ ഉള്ള ആൾക്കാരാണ് ഈ പ്രോട്ടീൻസും ലെക്റ്റിൻസും. ഈ നമ്മൾ ഫുഡ് കുക്ക് ചെയ്യുന്നതിലൂടെ പരമാവധി നമുക്കതിനെ റിമൂവ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. പിന്നെ അതർ സബ്സ്റ്റൻസ് എന്ന് പറയുമ്പോൾ ഇവിടെ ടാനിൻസ് വരുന്നുണ്ട്, അതുപോലെ തന്നെ ഓക്സലേറ്റ്സ്, ഫൈറ്റേറ്റ്സ്, അതുപോലെ തന്നെ ഗ്ലൈക്കോസൈഡ്സ്, അതുപോലുള്ള കോമ്പൗണ്ട്സ് ആണ് അതർ സബ്സ്റ്റൻസസിൽ വരുന്നത്. അപ്പോൾ ആദ്യം നമുക്ക് പ്രോട്ടീസ് ഇൻഹിബിറ്റർ ആയിട്ടുള്ള ആൾക്കാരെ നോക്കാം. അതാണ് പ്രോട്ടീസ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം, ട്രിപ്സിനും കൈമോട്രിപ്സിൻ ഇൻഹിബിറ്റേഴ്സിനൊക്കെയാണ് നമ്മൾ പ്രോട്ടീസ് ഇൻഹിബിറ്റേഴ്സ് എന്ന് പറയുന്നത്. അതായത് പ്രോട്ടീൻ്റെ ഡൈജഷനെ ഹെൽപ്പ് ചെയ്യുന്നുള്ള എൻസൈംസ് ആയിട്ടുള്ള കൈമോട്രിപ്സിനും ട്രിപ്സിനൊക്കെ ഇൻഹിബിറ്റ് ചെയ്യാണ് ആര് ചെയ്യുന്നുള്ളത്? പ്രോട്ടീസ് ഇൻഹിബിറ്റേഴ്സ് ചെയ്യുന്നുള്ളത്. അപ്പോൾ അവരെക്കുറിച്ച് പറയുകയാണെങ്കിൽ ആദ്യം നമുക്ക് ട്രിപ്സിൻ ഇൻഹിബിറ്റേഴ്സിനെ കുറിച്ച് പറയാം. ട്രിപ്സിൻ എന്ന് പറയുന്ന എൻസൈമിൻ്റെ ഇൻഹിബിറ്റേഴ്സ്. ട്രിപ്സിൻ എൻസൈം അറിയാമല്ലോ, അതിൻ്റെ ഇൻഹിബിറ്റേഴ്സിനെയാണ് നമ്മൾ ട്രിപ്സിൻ ഇൻഹിബിറ്റർ എന്ന് പറയുന്നത്. ഇവർ മെയിനായിട്ട് നമ്മുടെ റെഡ് ഗ്രാം, ബംഗാൾ ഗ്രാം, അതുപോലെ തന്നെ കൗപ്പി, പിന്നെ നമ്മുടെ ബീൻസ്, സോയാബീൻസ്, പീല്, പയറിൽ, ഇതിലൊക്കെ കാണപ്പെടുന്നുള്ള ഒരു കോമ്പൗണ്ടാണ് ട്രിപ്സിൻ ഇൻഹിബിറ്റർ എന്ന് പറയുന്നത്. ഇവരെന്താ ചെയ്യുന്നുണ്ടാവുക? ട്രിപ്സിനെ ഇൻഹിബിറ്റ് ചെയ്യാണ് ചെയ്യുന്നുള്ളത്. ഈ ട്രിപ്സിനെ ഇൻഹിബിറ്റ് ചെയ്തിട്ട് നമ്മുടെ പ്രോട്ടീൻ്റെ ഡൈജസ്റ്റബിലിറ്റിനെയും അതിൻ്റെ അബ്സോർപ്ഷനെയും അതിൻ്റെ യൂട്ടിലൈസേഷനും ഒക്കെ എഫക്റ്റ് ചെയ്യുന്നുള്ളൊരു ടൈപ്പ് ഓഫ് കോമ്പൗണ്ടാണ്, ഒരു ആൻറ്റി ന്യൂട്രീഷണൽ ഫാക്ടറാണ് ട്രിപ്സിൻ എന്ന് പറയുന്നത്. പിന്നെ ഇത് എഫക്റ്റ് ചെയ്യുന്നുള്ള ബാക്കിയുള്ള പ്രശ്നം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പാൻക്രിയാസിൻ്റെ എൻലാർജ്മെൻറ്റ് ഇത് കോസ് ചെയ്യുന്നുണ്ട്. പാൻക്രിയാസിൻ്റെ എൻലാർജ്മെൻറ്റും അതുപോലെ തന്നെ ഗ്രോത്ത് റിട്ടാർഡേഷനും ഇവിടെ ആനിമൽസിൽ നമ്മൾ ഈ പറഞ്ഞിരിക്കുന്ന ട്രിപ്സിൻ ഇൻഹിബിറ്റർ കൺസ്യൂം ചെയ്യുന്നതിലൂടെ നമുക്ക് പാൻക്രിയാസ് എൻലാർജ്മെൻറ്റും അതുപോലെ തന്നെ ഗ്രോത്ത് റിട്ടാർഡേഷൻ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. പിന്നെ നമ്മുടെ ഒരു പ്രോട്ടീൻ നമ്മൾ കൺസ്യൂം ചെയ്താൽ അതിനകത്ത് എന്തുണ്ട്? അമിനോ ആസിഡ്സ് ഉണ്ട്. ഈ അമിനോ ആസിഡ്സിൻ്റെ ഒക്കെ റിലീസ് ഈ പറഞ്ഞിരിക്കുന്ന, അതായത് ഡൈജഷൻ നടന്നാൽ മാത്രമേ റിലീസ് ഉണ്ടാവുള്ളൂ. ആ റിലീസ് ഇവിടെ ഇൻഹിബിറ്റ് ചെയ്യുന്ന ആൾക്കാർ കൂടിയാണ് ട്രിപ്സിൻ എന്ന് പറയുന്നത്. ഇവർ ഹീറ്റ് ലബയിലാണ്. അതുപോലെ തന്നെ ഇപ്പോൾ നമ്മൾ പ്രഷർ കുക്കറൊക്കെ വെച്ചിട്ട് നമ്മൾ ഹീറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്കിതിനെ ഡിസ്ട്രോയ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മൾ സാധാരണ നമ്മൾ യൂസ് ചെയ്യുന്നുള്ള കൗപ്പിയിലും അതുപോലെ തന്നെ പീല്, ബീൻസിൽ, റെഡ് ഗ്രാമിലൊക്കെ അവൈലബിൾ ആയിട്ടുള്ള പ്രസൻ്റ് ആയിട്ടുള്ള ഒരു കോമ്പൗണ്ടാണ്. പക്ഷേ നമ്മൾ പ്രഷർ കുക്കറിൽ ജസ്റ്റ് ഒന്ന് കുക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഡിസ്ട്രോയ് ആവുന്നതാണ്. അല്ലെങ്കിൽ നമുക്ക് 120 ഡിഗ്രി സെൽഷ്യസിൽ ഓട്ടോക്ലേവ് ചെയ്യാം, ഒരു 15 to 30 മിനിറ്റ്സ്. സെയിം ആണ്, നമ്മുടെ പ്രഷർ കുക്കറിൻ്റെ സെയിം ടെമ്പറേച്ചറാണ് ഓട്ടോക്ലേവിന് വരുന്നുള്ളത്. അങ്ങനെ നമ്മൾ ചെയ്യുമ്പോൾ ഈ ട്രിപ്സിൻ ഇൻഹിബിറ്റേഴ്സ് ഉണ്ടാവും ഇനാക്ടിവേറ്റ് ആയിട്ട്
മാറും. ഓക്കെ, പിന്നെ ദാലിനകത്തും ഇത് പ്രശ്നമാണ് കേട്ടോ. ദാലിനകത്തുള്ള ട്രിപ്സിൻ ഇൻഹിബിറ്റേഴ്സിനെ നമുക്ക് പെട്ടെന്ന് തന്നെ ഇനാക്ടിവേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. പക്ഷേ ബാക്കിയുള്ള ഇൻഹിബിറ്റേഴ്സ് സോയാബീനിലൊക്കെ ഉള്ളത് കുറച്ചുകൂടെ ടൈം എടുത്തിട്ടാണ് ഇൻഹിബിറ്റ് ആവുന്നുള്ളത്. ദാൽ എന്ന് പറയുമ്പോൾ ചെറിയ ട്രീറ്റ്മെൻറ്റിലുള്ള തന്നെ നമുക്ക് പെട്ടെന്ന് അതിനെ റിമൂവ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പോൾ അതാണ് എന്തിനെക്കുറിച്ച് പറഞ്ഞത്, ട്രിപ്സിൻ ഇൻഹിബിറ്റേഴ്സ്. അടുത്തതാണ് ലെക്റ്റിൻസ്. ലെക്റ്റിൻസ് എന്ന് പറയുമ്പോൾ ഇവർ ഇൻറ്റസ്റ്റിനിലുള്ള മ്യൂക്കോസയായിട്ടാണ് ബൈൻഡ് ചെയ്യുന്നുള്ളത്. ഇൻറ്റസ്റ്റിനൽ മ്യൂക്കോസയായിട്ടാണ് ബൈൻഡ് ചെയ്യുന്നുള്ളത്. ഇത് എന്താണ്, നമ്മുടെ കാർബോഹൈഡ്രേറ്റ്സിൻ്റെ അബ്സോർപ്ഷനെയാണ് ഇൻ്റർഫിയർ ചെയ്യുന്നുള്ളത്. അപ്പോൾ ലെക്റ്റിൻസ് കാർബോഹൈഡ്രേറ്റ്സിൻ്റെ ഇൻ്ററപ്ഷനെയാണ്, അതുപോലെ തന്നെ കാർബോഹൈഡ്രേറ്റ്സിൻ്റെ ഡൈജഷൻ, അബ്സോർപ്ഷൻ അതിനെയൊക്കെയാണ് ഇത് ഇൻറ്ററപ്റ്റ് ചെയ്യുന്നുള്ളത്. പിന്നെ ഇവിടെ നമ്മൾ പറഞ്ഞു മെൻ്റൽ റിട്ടാർഡേഷൻ, ഗ്രോത്ത് റിട്ടാർഡേഷനും അതുപോലെ തന്നെ പാൻക്രിയാസ് എൻലാർജ്മെൻറ്റും ആണ് ഉണ്ടാകുന്നത്. ഇവിടുത്തെ എഫക്റ്റ് എന്ന് പറയുമ്പോൾ ഒന്ന് റിട്ടാർഡഡ് ഗ്രോത്ത് റിട്ടാർഡേഷൻ വരുന്നുണ്ട്. പിന്നെ ഹീം അഗ്ലൂട്ടിനേഷനും കോസ് ചെയ്യുന്നത് ലെക്റ്റിൻസ് കാരണമാണ്. ലെക്റ്റിൻസ് കാരണം അത് കോസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ അത്രയാണ് ലെക്റ്റിൻസിനെ കുറിച്ചും. പിന്നെ അവിടെ നമ്മൾ ഓൾറെഡി പറഞ്ഞുകൊണ്ട് പറയുന്നില്ല, അവിടെ ഒന്നുമില്ല, എഗ്ഗിനകത്താണ് പ്രസൻ്റ് ആയിട്ടുള്ളത്. മെയിനായിട്ട് എഗ്ഗിനകത്ത് പ്രസൻ്റ് ആയിട്ടുള്ള ഒരു ടൈപ്പ് ഓഫ് പ്രോട്ടീൻ തന്നെയാണ്. അത് നമ്മൾ ഹീറ്റ് ചെയ്താൽ അതിൻ്റെ കുഴപ്പമൊന്നും ഉണ്ടാവില്ല. നമ്മളിങ്ങനെ ഹീറ്റ് ചെയ്യാണ്ട് നമ്മൾ ബോയിൽഡ് ഒന്നും അല്ല, എഗ്ഗ് നമ്മൾ പച്ചയ്ക്ക് കഴിക്കുമ്പോൾ മാത്രമാണ് ആ പ്രശ്നം വരുന്നത്. നെക്സ്റ്റ് ആണ് ഗോയിട്രോജൻസ്. എന്താണ് ഗോയിട്രോജൻസ്? ആ ഗോയിട്രോജൻസ് എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് എന്ത് മനസ്സിലാവുന്നുണ്ട്, അയഡിൻ്റെ അപ്ടേക്കുമായിട്ട് ഇൻ്റർഫിയർ ചെയ്യുന്നുള്ള ആൾക്കാരാണ് ഗോയിട്രോജൻസ് എന്ന് പറയുന്നത്. ഓക്കെ, അങ്ങനെ അയഡിൻ്റെ അപ്ടേക്ക് നമ്മുടെ ബോഡിക്കകത്ത് അയഡിൻ്റെ അപ്ടേക്ക് നടക്കാതിരിക്കുമ്പോൾ എന്ത് സംഭവിക്കും, അയഡിൻ ഡെഫിഷ്യൻസി ഉണ്ടാവും. അതെന്തിന് കോസ് ചെയ്യും, ഗോയിട്ര എന്ന് പറയുന്നുള്ള ഡിസീസിന് കോസ് ചെയ്യും. ഓക്കെ, പിന്നെ ഇത് ഈ പറഞ്ഞിരിക്കുന്ന ഗോയിട്രോജൻ എന്താ ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അയഡിനെ ഓക്സിഡൈസേഷൻ പ്രിവെൻറ്റ് ചെയ്യും. അയഡിൻ ഓക്സിഡേഷൻ പ്രിവെൻറ്റ് ചെയ്യും. അപ്പോൾ നമുക്കതിന് തൈറോക്സിൻ ഹോർമോൺസിന് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യാൻ പറ്റില്ല. അയഡിൻ്റെ ഓക്സിഡേഷൻ പ്രിവെൻറ്റ് ചെയ്താൽ തൈറോക്സിൻ ഹോർമോൺസ് ആയിട്ട് ഇത് നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റില്ല. പിന്നെ മെയിനായിട്ട് പ്രസൻ്റ് ആയിട്ടുള്ളത് സോയാബീൻ, ഗ്രൗണ്ട്നട്ടിൽ നമ്മുടെ നെൽക്കടല, അതുപോലെ തന്നെ മസ്റ്റാർഡ്, ഇതിലൊക്കെയാണ് പ്രധാനമായിട്ട് ഈ ഗോയിട്രോജൻസ് പ്രസൻ്റ് ആയിട്ടുള്ളത്. ഇപ്പോൾ ഈ പറഞ്ഞിരിക്കുന്ന ഗോയിട്രോജൻസിനെ നമുക്ക് ഹീറ്റ് വെച്ചിട്ട് ഇനാക്ടിവേറ്റ് ചെയ്യാവുന്നതേ ഉള്ളൂ. ഓക്കെ, ഹീറ്റ് അതുപോലെ തന്നെ കുക്കിംഗ് ആറ്റ് ഹയർ ടെമ്പറേച്ചറിനകത്ത് ചെയ്യുകയാണെങ്കിൽ ഇതിൻ്റെ ഹാംഫുൾ ആയിട്ടുള്ള എഫക്ട്സ് നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ അത്രയാണ് ഗോയിട്രോജൻസിനെ കുറിച്ച് പറയാനുള്ളത്. നെക്സ്റ്റ് നമുക്കുള്ളത് സയനോജനിക് ഗ്ലൈക്കോസൈഡാണ്. സയനോജനിക് എന്ന് പറയുമ്പോൾ സയനൈഡ്സ് ആണ്. ഓക്കെ, സയനൈഡ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ആൾക്കാരെയാണ് നമ്മൾ സയനോജനിക് എന്ന് പറയുന്നത്. സോ സയനോജനിക് ഗ്ലൈക്കോസൈഡ്, ഇതൊക്കെ ഓരോരോ ആൻറ്റി ന്യൂട്രീഷണൽ ഫാക്ടേഴ്സ് ആണ് സയനോജനിക് ഗ്ലൈക്കോസൈഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ എന്ന് പറയുന്നത് ഈ പറഞ്ഞിരിക്കുന്ന കോമ്പൗണ്ട് ഇതിൻ്റെ ഹൈഡ്രോലിസിസിലൂടെ, അതായത് സയനോജനിക് ഗ്ലൈക്കോസൈഡിൻ്റെ ഹൈഡ്രോലിസിസിലൂടെ ഹൈഡ്രോസയാനിക് ആസിഡ്, അതായത് ബ്രേക്ക് ഡൗണിലൂടെ ഹൈഡ്രോസയാനിക് ആസിഡ് ഫോം ചെയ്യും. ഹൈഡ്രോസയാനിക് ആസിഡ് ഫോം ചെയ്യും. അതിന് ഹെൽപ്പ് ചെയ്യുന്ന എൻസൈമാണ് ബീറ്റാ ഗ്ലൂക്കോസിഡേസ്. ഈ എൻസൈമും ഇതിനകത്ത് പ്രസൻ്റ് ആയിട്ടുണ്ട്, പൾസസിനകത്ത് തന്നെ പ്രസൻ്റ് ആയിട്ടുണ്ട്. ആ പൾസസിനകത്ത് പ്രസൻ്റ് ആയിട്ടുള്ള ബീറ്റാ ഗ്ലൂക്കോസിഡേസ് ഈ കോമ്പൗണ്ടിനെ എന്താക്കി മാറ്റുന്നു, ഹൈഡ്രോസയാനിക് ആസിഡായിട്ട് മാറ്റുന്നു. ഈ ഹൈഡ്രോസയാനിക് ആസിഡ് സയനൈഡ് പോയിസണിങ് കോസ് ചെയ്യുന്നു. സയനൈഡ് പോയിസണിങ് കോസ് ചെയ്യുന്നു. നമ്മുടെ സെല്ലുലാർ റെസ്പിറേഷനൊക്കെ ഇൻഹിബിറ്റ് ചെയ്യുന്നു. സാധാരണഗതിയിൽ ഒരു 10 to 20 mg ഒക്കെ, ഒരു 100 ഗ്രാംസിനകത്ത് 10 to 20 mg ഒക്കെയാണ് ഇതുണ്ടാവുക. അത് നമ്മുടെ ഒരു സേഫ് ലിമിറ്റിലാണുള്ളത്. ഓക്കെ, അതിൽ കൂടിയാൽ മാത്രമേ പ്രശ്നങ്ങൾ വരുള്ളൂ. ഇത് മോസ്റ്റ് പൾസസിൽ അത് 10 to 20 mg ആണ് ഉണ്ടാവുക. പിന്നെ ചില കോമ്പൗണ്ട്സ്, അതായത് ലിൻസീഡ് അതുപോലെ തന്നെ ലിമ ബീൻസിലൊക്കെ ഇത് കൂടുതലാണ്. പിന്നെ ഇത് നമ്മൾ കുക്ക് ചെയ്യുമ്പോൾ ഡീആക്ടിവേറ്റ് ചെയ്ത് പോകുന്നുണ്ട്. ഓക്കെ, അപ്പോൾ സയനോജനിക് എന്ന് വെച്ചാൽ എന്താണെന്ന് മനസ്സിലായല്ലോ. നെക്സ്റ്റ് ആണ് സാപ്പോണിൻസ് എന്ന് പറയുമ്പോൾ ഒരു സോപ്പിൻ്റെ പത പോലെ ഉണ്ടാവും ഇവർ അജിറ്റേറ്റ് ചെയ്താൽ. അതായത് നമ്മളിപ്പോൾ ദാലൊക്കെ കഴുകിയിട്ടുണ്ടെങ്കിൽ നമ്മൾ പരിപ്പ് അതൊക്കെ അല്ലെങ്കിൽ ഉഴുന്നൊക്കെ നമ്മൾ കഴുകുന്ന സമയത്ത് വെള്ളത്തിലൊന്ന് ജസ്റ്റ് അജിറ്റേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കാണാൻ പറ്റുന്നുണ്ട്, ഒരു പത അവിടെ ഉണ്ടാകുന്നുണ്ടല്ലേ. അതെന്തുകൊണ്ടാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ സാപ്പോണിൻസ് അവിടെ പ്രസൻ്റ് ആയതുകൊണ്ടാണ്. ഇവർ നമ്മൾ വാട്ടറിൻ്റെ കൂടെ അജിറ്റേറ്റ് ചെയ്താൽ സോപ്പിനെ പോലെ എന്ത് ഫോം ചെയ്യും, ഒരു പത ഉണ്ടാവും അല്ലേ, ഫോം ചെയ്യും. ഇതിനെയാണ് നമ്മൾ സാപ്പോണിൻസ് എന്ന് പറയുന്നത്. ഇവർ ബിറ്റർ ഇൻ ടേസ്റ്റ് ആണ്. ഇവരുടെ ടേസ്റ്റ് എന്ന് പറയുന്നത് ബിറ്റർ ആണ്. ശരിക്കും ഇത് ഗ്ലൈക്കോസൈഡ്സ് ആണ്.
ഗ്ലൈക്കോസൈഡ്സ് ആണ്. ഹൈ മോളിക്കുലർ വെയിറ്റ് ഉള്ള ഗ്ലൈക്കോസൈഡ്സ് ആണ് ഇത് സാപ്പോണിൻസ് എന്ന് പറയുന്നത്. മെയിനായിട്ട് ഇപ്പോൾ നമ്മൾ സോയാബീൻ വെള്ളത്തിലിട്ട് വെക്കുന്നവർക്കൊക്കെ കണ്ടിട്ടുണ്ടാവും, ഇങ്ങനെ പത വരും അല്ലേ. അപ്പോൾ അതൊക്കെ നമ്മൾ മൊത്തത്തിൽ കഴുകി കളഞ്ഞതിന് ശേഷം വേണം നമ്മൾ ഈ സോയാബീൻ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇല്ലെങ്കിൽ ആ സാപ്പോണിൻ എന്ന് പറയുന്നത് നമ്മുടെ ബോഡിക്കകത്തേക്ക് കയറും. അത് നമുക്ക് വൊമിറ്റിംഗ് അതുപോലെ തന്നെ നോസിയ പോലുള്ള കണ്ടീഷൻസ് കോസ് ചെയ്യാറുണ്ട്. നോസിയ അതുപോലെ തന്നെ വൊമിറ്റിംഗ് പോലുള്ള കണ്ടീഷൻസ് കോസ് ചെയ്യാനുള്ള എബിലിറ്റി ഉണ്ട് ആർക്ക്? സാപ്പോണിൻസിന്. അപ്പോൾ നമ്മൾ വെള്ളത്തിൽ കുതിർത്ത് വെച്ചിട്ട് ഈ ദാല് അതുപോലുള്ള പൾസസ് ഒക്കെ നമ്മൾ കഴുകി കളഞ്ഞാൽ ഈ സാധനം പോവും. ഓക്കെ, ഇപ്പോൾ നമ്മൾ ഉഴുന്ന് അതുപോലുള്ള സാധനങ്ങളിലൊക്കെ നമ്മൾ കറക്റ്റ് കഴുകി കളയുന്നുണ്ടെങ്കിൽ ഈ ടോക്സിക് എഫക്റ്റ് ഇതുണ്ടാക്കുന്നുള്ള ഈ സാപ്പോണിൻ ഉണ്ടാക്കുന്നുള്ള ആ ഒരു ടോക്സിക് എഫക്റ്റിനെ നമ്മൾ സാപ്പോടോക്സിൻ എന്നറിയപ്പെടും. സാപ്പോടോക്സിൻ എന്ന് അറിയപ്പെടും. പീനട്ട് സോയാബീനിലൊക്കെയാണ് ഇത് കൂടുതലായിട്ട് കാണപ്പെടുന്നത്. നമ്മളത് കുറച്ച് നേരം വെള്ളത്തിൽ സോക്ക് ചെയ്ത് വെച്ചിട്ട്, അതായത് കുക്കിങ്ങിന് മുന്നേ നമ്മൾ സോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ടോക്സിക് എഫക്റ്റ് നമുക്ക് കളയാൻ പറ്റുന്നതാണ് പറയുന്നത്. ഇനി അങ്ങനെയല്ല, അത് കളയാണ്ടാണ് നമ്മൾ ഭക്ഷണം കഴിക്കുന്നതെങ്കിൽ അതെന്ത് ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ RBC ആയിട്ട് ബൈൻഡ് ചെയ്യും. എന്നിട്ട് ഹീമോലൈസിസ് ഉണ്ടാവും. ഓക്കെ, ഹീമോലൈസിസ് ഉണ്ടാവും. RBCസിൻ്റെ ബ്രേക്ക് ഡൗൺ അവിടെ ഉണ്ടാവും. അതുപോലെ തന്നെ എൻസൈംസിനൊക്കെ പോയി ഇൻഹിബിറ്റ് ചെയ്യും. ന്യൂട്രിയൻ്റ് അബ്സോർപ്ഷൻ അവർ ആൾട്ടർ ചെയ്യും. അതുപോലെ തന്നെ ഗ്രോത്ത് റേറ്റിനെ എഫക്റ്റ് ചെയ്യും. ഇതൊക്കെയാണ് ഇവരുടെ എഫക്റ്റായിട്ട് വരുന്നുള്ളത്. ഓക്കെ, പിന്നെ വേറൊരു സാപ്പോണിൻ ഉണ്ട്, അതായത് ബൾബോസ്റ്റെർമ എന്ന് പറയുന്നുള്ള ബൾബോസ്റ്റെർമ പാനിക്കുലാറ്റം. ബൾബോസ്റ്റെർമ പാനിക്കുലാറ്റം എന്ന് പറയുന്നുള്ള ആ ഒരു പ്ലാന്റിൽ നിന്നുള്ള സാപ്പോണിൻസിന് ആൻറ്റി സ്പെർമൽ എഫക്ട്സ് വരെ ഉണ്ട്. ആൻറ്റി സ്പെർമൽ എഫക്ട്സ് വരെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഏത് സാപ്പോണിൻസിനെ കുറിച്ച് പറയാനുള്ളത്. പക്ഷേ അത് നമ്മൾ കറക്റ്റ് സോക്ക് ചെയ്ത് കളഞ്ഞിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ വലിയ കുഴപ്പമൊന്നും വരുന്നില്ല. ഇല്ലെങ്കിൽ മാത്രമാണ് പ്രശ്നമായിട്ട് വരുന്നുള്ളത്. അടുത്തതാണ് ടാനിൻസ്. ഈ ടാനിൻസ് എന്ന് പറഞ്ഞാൽ ശരിക്കും പോളിഫീനോളിക് കോമ്പൗണ്ട്സ് ആണ് ടാനിൻസ് എന്ന് പറയുന്നത്. ഇവർ മെയിനായിട്ട് പ്രസൻ്റ് ആയിട്ടുള്ളത് നമ്മുടെ ലെഗ്യൂംസിനകത്തുള്ള സീഡ് കോട്ടിലാണ്. ഓക്കെ, സീഡ് കോട്ടിനകത്താണ് ഇത് മെയിനായിട്ട് പ്രസൻ്റ് ആയിട്ടുള്ളത്. ഇവരെന്താ ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ അയൺ ബൈൻഡിങ് എബിലിറ്റീനെ അവർ ഇൻ്റർഫിയർ ചെയ്യും. അതായത് അയൺസുമായിട്ട് ബൈൻഡ് ചെയ്യാൻ സമ്മതിക്കില്ല. അപ്പോൾ അയൺ അബ്സോർപ്ഷനെ അവർ ആൾട്ടർ ചെയ്യുന്നു. ആരാണ്? ടാനിൻസ് എന്ന് പറയുന്നത്. ഓക്കെ, ടാനിൻസിനെ അങ്ങനെ നമ്മുടെ അയണിൻ്റെ അവൈലബിലിറ്റീനെ അവിടെ ഇൻഫെക്റ്റ് ചെയ്യുന്നു. അതേപോലെ തന്നെ വൈറ്റമിൻ ബിൻ്റെ അബ്സോർപ്ഷനും ഇൻഹിബിറ്റ് ചെയ്യുന്നുണ്ട്. വൈറ്റമിൻ ബി ഇൻഹിബിഷനും അബ്സോർപ്ഷനും അതുപോലെ തന്നെ അയണിൻ്റെ അപ്ടേക്കിനെയാണ് ഇവർ ഇൻഹിബിറ്റ് ചെയ്യുന്നുള്ളത്. അപ്പോൾ ഇവിടെ നമുക്ക് ടാനിൻസിനെ റിമൂവ് ചെയ്യാൻ പറ്റുന്ന ഒരേ ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ സീഡ് കോട്ട് നമുക്ക് റിമൂവ് ചെയ്യാം. സീഡ് കോട്ട് റിമൂവ് ചെയ്താൽ ടാനിൻ കണ്ടൻറ്റ് നമുക്ക് കുറക്കാൻ പറ്റും. അതായത് ടാനിൻ്റെ എഫക്റ്റ് നമുക്ക് കുറക്കാൻ പറ്റും. പിന്നെ വൈറ്റ് കോട്ടായിട്ടുള്ള ബീൻസിനും കാര്യങ്ങൾക്കൊന്നും പ്രശ്നമില്ല. ഇതല്ലാണ്ട് നമ്മൾ ബ്ലാക്ക് കളറിൽ റെഡ് കളറിലൊക്കെ വരുന്ന ബീൻസിലായിരിക്കും കൂടുതലായിട്ട് ടാനിൻസ് ഉണ്ടാവുക. അതായത് റെഡ് കിഡ്നി ബീൻ, ബ്ലാക്ക് ഗ്രാം, സോയാബീൻ ഇതിനൊക്കെയാണ് കൂടുതലായിട്ട് ഈ പോളിഫിനോളിക് ആയിട്ടുള്ള കോമ്പൗണ്ട് അടങ്ങിയിരിക്കുന്നത്. അതിൻ്റെ ആ ഒരു കോട്ടിങ് റിമൂവ് ചെയ്താൽ കുഴപ്പമൊന്നും ഉണ്ടാവില്ല ടാനിൻസ്. അതുപോലെ തന്നെ കുക്കിംഗ് ഒക്കെ കറക്റ്റായിട്ട് ചെയ്യുകയാണെങ്കിലും അതിൻ്റെ എഫക്റ്റ് നമുക്ക് ഇല്ലാണ്ടാക്കാം. നെക്സ്റ്റ് ആയിട്ട് വരുന്നതാണ് ആൻറ്റി മെറ്റൽസ് എന്ന് പറയും. ഈ ആൻറ്റി മെറ്റൽസിൻ്റെ കേസിൽ വരുന്ന രണ്ടാൾക്കാരാണ്. ഒന്ന് ഫൈറ്റേറ്റ്സ്, പിന്നെ ഓക്സലേറ്റ്സ്. ഈ ഫൈറ്റേറ്റ്സ് എന്ന് പറയുമ്പോൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫോസ്ഫറസിൻ്റെ അബ്സോർപ്ഷനെയാണ് ഇൻഹിബിറ്റ് ചെയ്യുന്നത്. അയണിൻ്റെ അബ്സോർപ്ഷനെ ഇൻഹിബിറ്റ് ചെയ്യുന്ന ആളാണ് നമ്മുടെ ഏതായിരുന്നു ഇപ്പോൾ പറഞ്ഞ ടാനിൻസ്. ഓക്കെ, ഇവിടെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആൻറ്റി മെറ്റൽസ് അതായത് ഫൈറ്റിൻസ് എന്ന് പറയുന്നത് നമ്മുടെ കാൽഷ്യത്തിൻ്റെത്, മാഗ്നീഷ്യത്തിൻ്റെത്, അയണിൻ്റെത്, സിങ്കിൻ്റെ ഇതിൻ്റെയൊക്കെ അബ്സോർപ്ഷനെ പോയിട്ട് ഇൻഹിബിറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇതിൻ്റെയൊക്കെ അബ്സോർപ്ഷനെ പോയിട്ട് ഇൻഹിബിറ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ ഓക്സലേറ്റ്സ് എന്ന് പറയുമ്പോൾ മെയിനായിട്ട് കാൽഷ്യത്തിൻ്റെയും മാഗ്നീഷ്യത്തിൻ്റെയാണ് അബ്സോർപ്ഷനെ പോയിട്ട് ഇൻഹിബിറ്റ് ചെയ്യുന്നുള്ളത്. ഓക്കെ, അപ്പോൾ ഇത് രണ്ടെണ്ണമാണ് കേട്ടോ. ഒന്ന് ആൻറ്റി മെറ്റൽസ്. ഫൈറ്റേറ്റ്സ് എന്ന് പറയുമ്പോൾ മെയിനായിട്ട് കാൽഷ്യം, മാഗ്നീഷ്യം, അയൺ, സിങ്ക്. ഫോസ്ഫറസ് ഇല്ല കേട്ടോ, ഇത് വേണ്ട. ഓക്കെ, കാൽഷ്യം, മാഗ്നീഷ്യം, അയൺ, സിങ്ക് അതാണ് മെയിനായിട്ട്. ഓക്സലേറ്റ്സ് ആകുമ്പോൾ കാൽഷ്യത്തിൻ്റെയും മാഗ്നീഷ്യത്തിൻ്റെയാണ് അബ്സോർപ്ഷനെ പോയിട്ട് ഇൻഹിബിറ്റ് ചെയ്യുന്നുള്ളത്. എന്നിട്ട് അതിൻ്റെ മെറ്റബോളിസത്തിൽ പോയിട്ട് ഇൻ്റർഫിയർ ചെയ്യും. പിന്നെ എന്നിട്ട് അതൊരു ഇൻസോല്യൂബിൾ, അതായത് ഇപ്പോൾ കാൽഷ്യം നമ്മുടെ ബോഡിക്കകത്ത് പ്രസൻറ്റ് അല്ലെങ്കിൽ ഈ പറഞ്ഞിരിക്കുന്ന ഓക്സലേറ്റ്സ് കാൽഷ്യം പ്രസൻറ്റ് അല്ലെങ്കിൽ അത് അങ്ങനെ തന്നെ നമ്മുടെ സ്മോൾ ഇൻഡസ്ട്രിയിൽ അതുപോലെ തന്നെ നിൽക്കും. എന്നിട്ട് അതൊരു ഇൻസോല്യൂബിൾ കോമ്പൗണ്ടായിട്ട് മാറും. അതാണ് പിന്നീട് കിഡ്നി സ്റ്റോണൊക്കെ കോസ് ചെയ്യുന്നുള്ളത്. കിഡ്നി സ്റ്റോണൊക്കെ ഫോം ചെയ്യാൻ ആവശ്യമാണെന്നുള്ളത്. പിന്നൊരു കോമ്പൗണ്ടാണ് ഗോസി പോൾസ് എന്ന് പറയും.
GOSSY പോൾസ് ആണ് കേട്ടോ, ഗോസി പോൾസ് എന്ന് പറയുന്നത്. ഇതും നമ്മുടെ നമ്മൾ നേരത്തെ പറഞ്ഞ അതിനെ പോലെ തന്നെ ടാനിൻസ് ഒക്കെ പറഞ്ഞ പോലെ തന്നെ ഒരു പോളിഫിനോളിക് കോമ്പൗണ്ടാണ്. എവിടെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കോട്ടൺ സീഡിൻ്റെ പിഗ്മെൻറ്റ് ഗ്ലാൻഡിൽ കാണപ്പെടുന്നതാണ്. കോട്ടൺ സീഡുകളിലൊക്കെ കാണപ്പെടുന്ന ഒരാളാണ് ഗോസിപ്പോൾ, ഒരു പോളിഫിനോളിക് കോമ്പൗണ്ടാണ്. കോട്ടൺ സീഡിനകത്ത് നമ്മളൊരു 0.5 തൊട്ട് 2.5% വരെ ഈ പറഞ്ഞിരിക്കുന്ന ഗോസിപ്പോൾ കാണുന്നുണ്ട്. ഇതെന്താ ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ലൈസിനുമായിട്ട് ബൈൻഡ് ചെയ്യും. നമ്മുടെ പ്രോട്ടീൻസിനകത്ത് പ്രസൻ്റ് ആയിട്ടുള്ള ലൈസിൻ എന്ന് പറയുന്ന അമിനോ ആസിഡായിട്ട് ഇത് ബൈൻഡ് ചെയ്യും. എന്നിട്ട് ലൈസിൻ്റെയും അതുപോലെ തന്നെ പ്രോട്ടീൻ്റെ അവൈലബിലിറ്റിയും റിഡ്യൂസ് ചെയ്യും. ഇതുമായിട്ട് ബൈൻഡ് ചെയ്തിട്ട് പ്രോട്ടീൻ്റെ അവൈലബിലിറ്റി അതുപോലെ തന്നെ ലൈസിൻ്റെ അവൈലബിലിറ്റി റിഡ്യൂസ് ചെയ്യും. അതുപോലെ തന്നെ ഗ്രോത്ത് റിട്ടാർഡേഷൻ, ഇതാണ് ഇതിൻ്റെ എഫക്റ്റായിട്ട് വരുന്നത്. ഗോസിപ്പോൾ എവിടെയാണ്? ഒരു പോളിഫിനോളിക് കോമ്പൗണ്ടാണ്. കോട്ടൺ സീഡിനകത്താണ് ഇത് പ്രസൻ്റ് ആയിട്ടുള്ളത്. അതുപോലെ തന്നെ ഇത് നമ്മുടെ ലൈസിനുമായിട്ട് ബൈൻഡ് ചെയ്തിട്ട് അതിൻ്റെ അവൈലബിലിറ്റി ഇല്ലാണ്ടാക്കുന്നു. അതുപോലെ തന്നെ അയണുമായിട്ട് ബൈൻഡ് ചെയ്യുന്നുണ്ട് കേട്ടോ, അയണുമായിട്ട് ബൈൻഡ് ചെയ്യുന്നുണ്ട്. അയണുമായിട്ട് ബൈൻഡ് ചെയ്യുന്നതോടുകൂടി തന്നെ നമ്മുടെ ഹീമോഗ്ലോബിൻ്റെ കപ്പാസിറ്റി കുറയ്ക്കുന്നു. ഹീമോഗ്ലോബിൻ്റെ കപ്പാസിറ്റി കുറയ്ക്കുന്നു എന്ന് പറയുമ്പോൾ ഓക്സിജൻ ബൈൻഡിങ് കപ്പാസിറ്റി അവിടെ കുറയുന്നു. അപ്പോൾ നമുക്ക് അനീമിയ ഉണ്ടാവുന്നുണ്ട്. അയൺ ബൈൻഡിങ് ചെയ്യുന്നതുകൊണ്ട് തന്നെ അയണിൻ്റെ അവൈലബിലിറ്റി ഇല്ലാത്തതുകൊണ്ട് നമുക്ക് അനീമിയ കോസ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ സർക്കുലേറ്ററി ഫെയിലിയർ വരുന്നുണ്ട്. ഓക്കെ, ഈ ഓക്സിജൻ ഒന്നും ഇല്ലാത്തതുകൊണ്ട് സർക്കുലേറ്ററി ഫെയിലിയർ ഇവിടെ കോസ് ചെയ്യുന്നുണ്ട്. ഓക്കെയാണ്. അപ്പോൾ അത്രയും കാര്യങ്ങളാണ് ഗോസിപ്പോൾസിനെ കുറിച്ച് പറയാനുള്ളത്. ഇനി ഒരു കോമ്പൗണ്ടാണ് സോളനിൻ എന്ന് പറയും. എന്താണ് സോളനിൻ? അപ്പോൾ ഗോസിപ്പോൾസ് ക്ലിയർ ആണല്ലോ, ഓക്സിജനുമായിട്ട് ബൈൻഡ് ചെയ്യുന്നതാണ്, അതുപോലെ തന്നെ അയണുമായിട്ട് ബൈൻഡ് ചെയ്യുന്നുണ്ട്. അടുത്തത് സോളനിൻ. സോളനിൻ എന്ന് പറയുമ്പോൾ ഒരു ആൽക്കലോയിഡാണ്, ഗ്ലൈക്കോ ആൽക്കലോയിഡാണ് കേട്ടോ. ഗ്ലൈക്കോ ആൽക്കലോയിഡാണ് ഏതെന്ന് പറയുന്നത് ഈ പറഞ്ഞിരിക്കുന്ന സോളനിൻ. ഇത് മെയിനായിട്ട് സോളനേസിയ ഫാമിലിനകത്ത് പെടുന്ന ആളാണ്. സോളനേസിയ എന്ന് പറയുന്ന ഫാമിലിയിലുള്ള പ്ലാന്റ്സിനകത്ത് മെയിനായിട്ട് നമ്മുടെ പൊട്ടറ്റോ, അതുപോലെ തന്നെ ബ്രിഞ്ചാൾ, എഗ് പ്ലാന്റ് എന്നറിയപ്പെടുന്നില്ലേ, അതിനകത്ത്, അതുപോലെ തന്നെ ടൊമാറ്റോനകത്തൊക്കെ കാണപ്പെടുന്ന ഒരു കോമ്പൗണ്ടാണ് സോളനിൻ എന്ന് പറയുന്നത്. ഇതിപ്പോൾ നമ്മൾ പൊട്ടറ്റോ നമ്മൾ മുളച്ച് വരുമ്പോൾ അവിടെ ഒരു ഗ്രീൻ കളർ സാധനം കാണാറില്ലേ, ഗ്രീനിഷ് ആയിട്ടുണ്ടാവും പൊട്ടറ്റോ, അതിനെയാണ് നമ്മൾ ഈ സോളനിൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ സോളനിൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ മൈറ്റോകോൺട്രിയൽ മെംബ്രെയിനെ പോയിട്ട് അറ്റാക്ക് ചെയ്തിട്ട് നമ്മുടെ സെല്ലിന് ഡാമേജ് വരുത്തുകയാണ് ചെയ്യുന്നത്. വലിയൊരു ടോക്സിക് ആണ്. അതായത് ചെറിയ എമൗണ്ടിൽ നമ്മുടെ ബോഡിക്കകത്ത് പോയാൽ പോലും അതൊരു ടോക്സിക് ആയിട്ട് ആക്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഈ പൊട്ടറ്റോ ഒക്കെ നമ്മൾ ഗ്രീൻ കളറിൽ, നല്ല ഗ്രീൻ കളർ കാണുന്നുണ്ടെങ്കിൽ, പൊട്ടറ്റോ സാധാരണ വൈറ്റ് കളറില്ലേ, അത് ഗ്രീൻ കളറിലൊക്കെ കാണുന്നുണ്ടെങ്കിൽ സോളനിൻ്റെ പ്രസൻസ് ആണ് അവിടെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. ഓക്കെ, അത് നമ്മുടെ പൊട്ടറ്റോൻ്റെ സ്കിന്നിന് ക്ലോസ് ആയിട്ടായിരിക്കും അത് ഉണ്ടാവുക. ഒരു ബിറ്റർ ടേസ്റ്റ് അത് തരും, പക്ഷേ ഇത് ഭയങ്കര ടോക്സിക് ആണ്. ചെറിയ എമൗണ്ടിൽ തന്നെ നമുക്കത് ടോക്സിക് ആയിരിക്കും. അപ്പോൾ ഇപ്പോഴും മുളച്ച് വരുന്നുള്ള പൊട്ടറ്റോസൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ നമ്മളതൊരിക്കലും യൂസ് ചെയ്യാൻ പാടില്ല. ഇത് ന്യൂറോളജിക്കൽ ഡിസോർഡേഴ്സ് കോസ് ചെയ്യും, വോമിറ്റിംഗ് കോസ് ചെയ്യും, അതുപോലെ തന്നെ സ്റ്റൊമക് ക്രാംസ് ഉണ്ടാക്കുന്നുണ്ട്, ഹെഡ് ഏക്ക്, പാരാലിസിസ്, ജോണ്ടിസ് വരെ ഉണ്ടാക്കുന്ന സാധനമാണ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്ന സോളനിൻ എന്ന് പറയുന്നത്. ഓക്കെ, സോളനിൻ. അടുത്തതാണ് ലത്തൈറോജൻസ് എന്ന് പറയുന്നത്. ലത്തൈറോജൻസ് എന്ന് പറയുന്നത് ഇത് മെയിനായിട്ട് ഒരു നെർവസ് ഡിസീസാണ്. സീരിയസ് ആയിട്ടുള്ള ഒരു പ്രോബ്ലമാണ് കേട്ടോ. സോളനിനൊക്കെ പോലെ തന്നെ ഒരു നെർവസ് ഡിസീസാണ് ഇത് ഉണ്ടാക്കുന്നത്. അതായത് മുടന്ത് പോലെ, അതായത് കറക്റ്റ് നടക്കാനൊന്നും നമുക്ക് പറ്റില്ല, ജെർക്ക് ഇങ്ങനെ, അതായത് നമ്മൾ കറക്റ്റായിട്ട് നമുക്ക് നടക്കാൻ പറ്റാത്തൊരവസ്ഥയാണ് എന്തെന്ന് ലത്തൈറിസം എന്ന് പറയുന്നത്. ഒരു നെർവസ് ഡിസീസാണ് ഇത് കോസ് ചെയ്യുന്നുള്ളത്. ഇത് നമുക്ക് ഒരു പ്രാവശ്യം കോസ് ചെയ്താൽ അതൊരിക്കലും നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റില്ല. അത് ആ ഒരു അസുഖം നമുക്ക് വന്നാൽ അതിനെ ട്രീറ്റ് ചെയ്യാനൊന്നും സാധിക്കില്ല. ഓക്കെ, ഇതെങ്ങനെയാണ് വരുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ലത്തൈറസ് സറ്റൈവസ് എന്ന് പറയുന്നുള്ള ഒരു പ്ലാന്റ് ഉണ്ട്. ലത്തൈറസ് സറ്റൈവസ് എന്ന് പറയുന്നുള്ള ഒരു പ്ലാന്റ് ഉണ്ട്. അതിൻ്റെ പൾസ് നമ്മൾ കൂടുതലായിട്ട് കൺസ്യൂം ചെയ്യുമ്പോഴാണ് ഈ അസുഖം വരുന്നത്. 15 to 45 ഇയേഴ്സുള്ള ആൾക്കാർക്കാണ് ഇത് മെയിൻ വരുന്നുള്ളത്. ഇത് നമ്മുടെ നാടുകളിൽ കാണുന്ന കുറവാണ്. ഇത് പൊതുവെ കാണുന്നത് മധ്യപ്രദേശ്, ഉത്തർപ്രദേശ്, ബീഹാർ, വെസ്റ്റ് ബംഗാൾ ആ സൈഡിലൊക്കെയാണ് ഏറ്റവും കൂടുതൽ ഈ പറഞ്ഞിരിക്കുന്ന പൾസ് കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത്. ഈ ലത്തൈറസ് സറ്റൈവസ് എന്ന് പറയുന്നതിൻ്റെ പൾസിനെ നമ്മൾ കോമൺ ആയിട്ട് കേസരി ദാൽ എന്നറിയപ്പെടും. കേസരി ദാൽ എന്നറിയപ്പെടും. ഈ കേസരി ദാൽ നമ്മുടെ ദാലുണ്ടല്ലോ, നമ്മൾ യൂസ് ചെയ്യുന്നുള്ളത് നമ്മുടെ സാമ്പാറിനൊക്കെ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ദാലുണ്ടല്ലോ, ദാൽ കറിയൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്, അതിൻ്റെ കൂടെ ഇതൊരു അഡൾട്ടറൻ്റ് ആയിട്ട് ഇടാറുണ്ട്. ഓക്കെ, ഈ പറഞ്ഞിരിക്കുന്ന കേസരി ദാൽ ഒരു അഡൾട്ടറൻ്റ് ആയിട്ട് നമ്മുടെ മറ്റുള്ള ദാലുകളിൽ യൂസ് ചെയ്യാറുണ്ട്. ഓക്കെ, ഇതിന് നല്ല വാല്യൂ ഒക്കെ ഉണ്ട്. അതായത് ഒരു 28% പ്രോട്ടീനൊക്കെയാണ് ഈ കേസരി ദാലിനകത്ത് വരുന്നുള്ളത്. ഓക്കെ, നല്ല വാല്യൂസ് ഒക്കെ ഉണ്ട്. പക്ഷെ അത്
എന്താണ് ഇതുപോലുള്ള അസുഖങ്ങൾ കോസ് ചെയ്യും. ഈ ലത്തൈറസത്തിന് 3 സ്റ്റേജായിട്ടാണ് വരിക. ഫസ്റ്റ് സ്റ്റേജ് എന്ന് പറയുമ്പോൾ എന്താണ് നമുക്ക് കറക്റ്റ് നടക്കാൻ പറ്റില്ല, വാക്കിങ്ങിന് ചില ഡിഫിക്കൽട്ടി ഉണ്ടാവും, ജെർക്കി മൂവ്മെൻ്റ് എന്ന് നമുക്ക് പറയാം. അതാണ് അതിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ്, ഫസ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത്. ഈ ലത്തൈറസിൻ്റെ 3 സ്റ്റേജായിട്ടാണ് ഉണ്ടാവുക. ഫസ്റ്റ് എന്ന് പറയുന്നത് നമുക്ക് ജെർക്കി മൂവ്മെൻറ്റ്, കറക്റ്റ് നമുക്ക് നടക്കാൻ പറ്റാത്ത ആ ഒരവസ്ഥയായിരിക്കും ജെർക്കി മൂവ്മെൻറ്റ് എന്ന് പറയും. അതിനെ നമ്മൾ നോൺ സ്റ്റിക്ക് സ്റ്റേജ് എന്ന് പറയും. പിന്നെ എന്ന് പറയുന്നത് 1 സ്റ്റിക്ക് സ്റ്റേജ്. ഇവിടെ എന്ന് പറഞ്ഞാൽ ഒരു വടി ഉപയോഗിക്കാണ്ട് നമുക്ക് നടക്കാൻ പറ്റില്ല. ഓക്കെ, ഒരു വടി ഉപയോഗിച്ചിട്ടേ നമുക്ക് നടക്കാൻ പറ്റുള്ളൂ. ഇതിലാണ് നമ്മൾ സെക്കൻഡ് സ്റ്റേജിൽ 1 സ്റ്റിക്ക് ആവും. പിന്നെ തേർഡ് സ്റ്റേജ് ഉണ്ട്, അവിടെ 2 സ്റ്റിക്ക് ഉപയോഗിക്കാണ്ട് നമുക്ക് 2 കാലിനും പ്രശ്നം വന്നിട്ട് 2 സ്റ്റിക്ക് ഉപയോഗിക്കാണ്ട് നമുക്ക് നടക്കാൻ പറ്റില്ല. പിന്നെ ഫൈനൽ സ്റ്റേജ് എന്ന് പറഞ്ഞാൽ നമുക്ക് എന്താണ് കാലുകൊണ്ട് നടക്കാനേ പറ്റില്ല, ഇഴഞ്ഞുകൊണ്ടൊക്കെ നടക്കുന്ന ആൾക്കാരെ കണ്ടിട്ടില്ല, ആ ഒരു അവസ്ഥയിലേക്ക് മാറും. അപ്പോൾ ഫസ്റ്റ് സ്റ്റേജ് എന്താണ് വാക്കിങ്ങിന് ഡിഫിക്കൽട്ടി വരുന്നതാണ്. ചില സമയത്ത് അതേ കണ്ടീഷനിൽ തന്നെ ആ പേഷ്യൻ്റ് തുടരും, അല്ലെങ്കിൽ നെക്സ്റ്റ് സ്റ്റേജിലോട്ട് അവർ മാറും. സെക്കൻഡ് സ്റ്റേജ് എന്ന് പറയുമ്പോൾ എന്താ പറഞ്ഞാൽ 1 സ്റ്റിക്ക് സ്റ്റേജ്. അവിടെ നമുക്ക് എന്താണ് കറക്റ്റ് നടക്കാൻ പറ്റാത്തതുകൊണ്ട് നമ്മൾ എന്തായാലും എന്ത് വേണം, ഒരു സ്റ്റിക്ക് ഉപയോഗിക്കേണ്ട ആവശ്യം വരുന്നുണ്ട്. പിന്നെ തേർഡ് സ്റ്റേജിലോട്ട് വരുമ്പോൾ 2 സ്റ്റിക്ക് ടൈമാണ്. അവിടെ 2 സ്റ്റിക്കിൻ്റെ സപ്പോർട്ട് ഇല്ലാണ്ട് ഒരിക്കലും നമുക്ക് നടക്കാൻ പറ്റില്ല. പിന്നെ ഫൈനൽ സ്റ്റേജ് എന്ന് പറയുമ്പോൾ എന്താണ് കറക്റ്റ് നമുക്ക് കാല് കുത്താനേ പറ്റില്ല. നീസൊക്കെ നമ്മുടെ നീ ഉണ്ടല്ലോ, മുട്ടൊക്കെ ബെൻഡിങ് ആണ്, അതായത് മടങ്ങിയിട്ട് തന്നെ ഉണ്ടാവുക, നമുക്ക് നിൽക്കാനേ സാധിക്കില്ല. പിന്നെ എക്സ്ട്രീം സ്റ്റിഫായിരിക്കും, നമുക്കൊന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയായിരിക്കും. അപ്പോൾ ആ സമയത്ത് നമ്മളെന്താണ് ഇഴഞ്ഞുകൊണ്ടൊക്കെയാണ് നടക്കുന്നത്. ഓക്കെ, പിന്നെ ഈ ലത്തൈറസ് സറ്റൈവസ് എന്നല്ല നമ്മൾ പറഞ്ഞത്, ആ ലത്തൈറിസം കോസ് ചെയ്യുന്നുള്ള ആ ഒരു ടോക്സിൻ്റെ പേരൊന്ന് പഠിച്ചു വെച്ചോളൂ. ബീറ്റ എൻ ഓക്സാലിൽ എൽ ആൽഫ ബീറ്റ ഡൈഅമിനോ പ്രൊപ്പിയോണിക് ആസിഡ്. നോക്കിയേ, ബീറ്റ എൻ ഓക്സാലിൽ എൽ ആൽഫ ബീറ്റ ഡൈഅമിനോ പ്രൊപ്പിയോണിക് ആസിഡ്. എന്താണ് ബീറ്റ എൻ ഓക്സാലിൽ എൽ ആൽഫ ബീറ്റ ഡൈഅമിനോ പ്രൊപ്പിയോണിക് ആസിഡാണ് ഇതിൻ്റെ പേരെന്ന് പറയുന്നത്. ഈ ടോക്സിനാണ് അതിനകത്ത് പ്രസൻ്റ് ആയിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഏതിൻ്റെ കേസിൽ പറയാനുള്ളത്, നമുക്ക് ലത്തൈറസത്തിൻ്റെ കേസിൽ പറയാനുള്ളത്. ഇനി ഒരു കണ്ടീഷൻ കൂടി കഴിഞ്ഞാൽ നമ്മുടെ ആൻറ്റി ന്യൂട്രീഷൻ ഫാക്ടേഴ്സ് കംപ്ലീറ്റ് ആവും കേട്ടോ. ഇനി പറയാനുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫാവിസം. എന്താണ് കണ്ടീഷൻ്റെ പേര്? ഫാവിസം. ഇവിടെ മെയിനായിട്ട് ഇതിൻ്റെ മെയിൻ ക്യാരക്ടറിസ്റ്റിക് എന്ന് പറയുന്നത് ഹീമോലിറ്റിക് അനീമിയാണ്. ഫാവിസത്തിൻ്റെ കേസിൽ മെയിനായിട്ട് വരുന്നത് ഹീമോലിറ്റിക് അനീമിയാണ്. ഇവിടെ എന്ന് പറയുമ്പോൾ ഹീമോലിറ്റിക് അനീമിയ എന്ന് പറയുമ്പോൾ ഗ്ലൂക്കോസ് 6 ഫോസ്ഫേറ്റ് ഡീഹൈഡ്രോജനേസ് എന്ന് പറയുന്ന എൻസൈം നമ്മുടെ ബോഡിനകത്ത് ഉണ്ടാവില്ല. ഗ്ലൂക്കോസ് 6 ഫോസ്ഫേറ്റ് ഡീഹൈഡ്രോജനേസ് എന്ന് പറയുന്ന എൻസൈം നമ്മുടെ ബോഡിക്കകത്ത് ഉണ്ടാവില്ല. അപ്പോൾ ഗ്ലൈക്കോലിസിസ് നടക്കില്ല, അവിടെ എനർജി ഒന്നും ഉണ്ടാവില്ല. അതാണ് ഇവിടെ നടക്കുന്നുള്ളത്. അപ്പോൾ ഈ ഫാവിസം എന്ന് പറയുന്നത് കൂടുതലായിട്ട് ഫാബ ബീൻസ് ഉണ്ടല്ലോ, ഇത് കൺസ്യൂം ചെയ്യുന്ന ആൾക്കാരിലാണ് ഫാവിസം കാണപ്പെടുന്നുള്ളത്. ഓക്കെ, അപ്പോൾ എരിത്രോസൈറ്റ്സിൻ്റെ നമ്പർ അവിടെ കുറയുന്നു, അങ്ങനെയാണ് ഹീമോലിറ്റിക് അനീമിയ വരുന്നുള്ളത്. ഓക്കെ, അപ്പോൾ ഫാബ ബീൻസ് ഓർത്ത് വെക്കുക, ഫാബ ബീൻസ് ഫാവിസം. ഓക്കെ, അപ്പോൾ ഇത്രയും കേസാണ് നമുക്ക് ഇതിനെക്കുറിച്ച് പറയാനുള്ളത്, ആൻറ്റി ന്യൂട്രീഷണൽ ഫാക്ടേഴ്സ്. ഇനി നമുക്ക് ഫുഡ് ഫോർട്ടിഫിക്കേഷനും കൂടി ഒന്ന് കംപ്ലീറ്റ് ചെയ്യാം. ഈ ഫുഡ് ഫോർട്ടിഫിക്കേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒരു ഫുഡിനകത്തേക്ക്, ഇതിപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ റൈസ് അല്ലെങ്കിൽ മിൽക്ക് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഫുഡ് പ്രൊഡക്റ്റിനകത്തേക്ക് നമ്മൾ മൈക്രോ ന്യൂട്രിയൻസ് ആഡ് ചെയ്യാണ്. മൈക്രോ ന്യൂട്രിയൻസ് എന്ന് പറയുമ്പോൾ എന്താണ്, ട്രേസ് എലമെൻറ്റ്സ് ആണ്. അതായത് പ്രോട്ടീൻ, അതുപോലെ തന്നെ കാർബോഹൈഡ്രേറ്റ്, അതുപോലെ തന്നെ മാക്രോ എലമെൻറ്റ്സ് അല്ല, മൈക്രോ ന്യൂട്രിയൻസ് ആണ് നമ്മൾ ആഡ് ചെയ്യുന്നത്. അതായത് ഇപ്പോൾ നമ്മൾ വൈറ്റമിൻസ്, മിനറൽസിനൊക്കെ നമ്മൾ ആഡ് ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുക, ഫുഡ് ഫോർട്ടിഫിക്കേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ എന്താണ് നമ്മൾ നാച്ചുറലി പ്രസൻ്റ് അല്ലാത്ത, ഇപ്പോൾ മിൽക്കിനകത്തൊക്കെ നാച്ചുറലി പ്രസൻ്റ് അല്ലാത്ത കോമ്പൗണ്ട്സ് നമ്മൾ എക്സ്ട്രാ ആയിട്ട് ആഡ് ചെയ്യാണ് ചെയ്യുന്നത്. അപ്പോൾ WHO അല്ലെങ്കിൽ FAO, ഫുഡ് ആൻഡ് അഗ്രികൾച്ചറൽ ഓർഗനൈസേഷൻ, ഇവർ രണ്ടാളും പറഞ്ഞിട്ട് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അതായത് നമ്മുടെ ഫുഡ് ഫോർട്ടിഫിക്കേഷൻ്റെ ഡെഫിനിഷൻ വായിക്കുന്നതാണ് കേട്ടോളൂ. ദ പ്രാക്ടീസസ് ഓഫ് ഡെലിബറേറ്റ്ലി ഇൻക്രീസ് ചെയ്യാണ്. അതായത് ഇപ്പോൾ നമ്മളിപ്പോൾ മിൽക്ക് പറഞ്ഞു, അതിനകത്തൊക്കെ വിറ്റാമിൻ എ ഉണ്ട്, ആ വിറ്റാമിൻ എൻ്റെ കണ്ടൻറ്റ് നമുക്ക് ഇൻക്രീസ് ചെയ്യണം. ഓക്കെ, അപ്പോൾ നമ്മൾ അതിനകത്ത് പ്രസൻ്റ് അല്ലാത്ത സാധനം നമുക്ക് ആഡ് ചെയ്യാം, അതുപോലെ തന്നെ ഡെലിബറേറ്റ്ലി നമുക്ക് ഇൻക്രീസ് ചെയ്യാം. ഇൻക്രീസിങ് ദ കണ്ടൻറ്റ് ഓഫ് ആൻ എസെൻഷ്യൽ മൈക്രോ ന്യൂട്രിയൻറ്റ്, എസെൻഷ്യൽ ആയിട്ടുള്ള ഏതെങ്കിലും മൈക്രോ ന്യൂട്രിയൻറ്റിൻ്റെ കണ്ടൻറ്റ് നമ്മൾ ഇൻക്രീസ് ചെയ്യാണ്. എസെൻഷ്യൽ മൈക്രോ ന്യൂട്രിയൻറ്റ് എന്ന് പറയുമ്പോൾ വൈറ്റമിൻസും അതുപോലെ തന്നെ മിനറൽസും എന്തിനു വേണ്ടിയിട്ട്? സോ ആസ് ടു ഇംപ്രൂവ് ദ ന്യൂട്രീഷണൽ ക്വാളിറ്റി ഓഫ് ദ ഫുഡ് സപ്ലൈ. അങ്ങനെ നമ്മൾ അതിനകത്തേക്ക് മൈക്രോ ന്യൂട്രിയൻ്റ് ആഡ് ചെയ്തിട്ട് നമുക്ക് എന്താണ്, ന്യൂട്രീഷണൽ ക്വാളിറ്റി ഓഫ് ദ ഫുഡ് ഇൻക്രീസ് ചെയ്യുകയാണ്, ഫുഡിനകത്തുള്ള ന്യൂട്രീഷണൽ ക്വാളിറ്റി ഇൻക്രീസ് ചെയ്യുകയാണ്.
അതുപോലെ തന്നെ ആൻഡ് ടു പ്രൊവൈഡ് എ പബ്ലിക് ഹെൽത്ത് ബെനിഫിറ്റ് വിത്ത് മിനിമൽ റിസ്ക് ടു ഹെൽത്ത്. അപ്പോൾ കറക്റ്റ് ന്യൂട്രീഷൻ കിട്ടുമ്പോൾ എന്താണ് നമുക്ക് പബ്ലിക് ഹെൽത്തിന് ഒരു കോൺട്രിബ്യൂഷനാണ്, അതായത് മിനിമൽ റിസ്ക് ആയിരിക്കും ഹെൽത്തിനകത്ത്, എല്ലാവരും ഹെൽത്തി ആയിട്ടുണ്ടാവുമല്ലോ ഇതുപോലുള്ള ഫോർട്ടിഫിക്കേഷൻ പ്രകാരം നമ്മൾ ചെയ്യുമ്പോൾ. ഓക്കെ, ഫോർട്ടിഫിക്കേഷനൊക്കെ ചെയ്യുമ്പോൾ സംഭവം മനസ്സിലായല്ലോ. അതാണ് ഫുഡ് ഫോർട്ടിഫിക്കേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി എൻറിച്ച്മെൻറ്റ് എന്ന് പറയുന്ന മറ്റൊരു സാധനമുണ്ട്, ഫുഡ് എൻറിച്ച്മെൻറ്റ്. ഈ ഫുഡ് ഫോർട്ടിഫിക്കേഷനും ഫുഡ് എൻറിച്ച്മെൻറ്റ് ഏകദേശം ഒരേ സാധനം തന്നെയാണ്. ഇവിടെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻറിച്ച്മെൻറ്റിനകത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ മിൽക്കിനകത്ത് ഇപ്പോൾ ഒരു കോമ്പൗണ്ട് ഉണ്ടെന്ന് വിചാരിക്കുക. ഫോർ എക്സാമ്പിൾ ഓക്കെ, വിറ്റാമിൻ കെ ഉണ്ടെന്ന് വിചാരിക്കുക. ഈ വിറ്റാമിൻ കെ നമ്മൾ ബോയിൽ ചെയ്യുമ്പോൾ അത് പോവുകയാണെന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും പ്രോസസ്സിലൂടെ അത് നഷ്ടപ്പെട്ട് പോവുകയാണെന്ന് വിചാരിക്കുക. അപ്പോൾ അത്തരത്തിൽ ഏതെങ്കിലും ഒന്ന് നഷ്ടപ്പെട്ട് പോയിട്ടുണ്ടെങ്കിൽ നമ്മളതിനെ വീണ്ടും ആഡ് ചെയ്യുന്നതിനാണ് നമ്മൾ എന്തെന്ന് പറയുക, എൻറിച്ച്മെൻറ്റ് എന്ന് പറയുക. ഓക്കെ, അതാണ് എൻറിച്ച്മെൻറ്റ്. ഫോർട്ടിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ നമ്മളിപ്പം വിറ്റാമിൻ കെ തന്നെ എന്താണ് നമുക്കതിൻ്റെ കോൺസെൻട്രേഷൻ കുറച്ച് ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഡെലിബറേറ്റ്ലി നമ്മൾ അതിനെ ഇൻക്രീസ് ചെയ്യാണ്, അല്ലെങ്കിൽ ഇപ്പോൾ ഇതിനകത്ത് പ്രസൻ്റ് ആയിട്ടുള്ള ഇല്ലാത്ത വൈറ്റമിൻ സീനെ നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. അതിനൊക്കെയാണ് നമ്മൾ ഫുഡ് ഫോർട്ടിഫിക്കേഷൻ എന്ന് പറയുക. എൻറിച്ച്മെൻറ്റ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ ആ കോമ്പൗണ്ട് ഫുഡ് പ്രൊഡക്റ്റിനകത്ത് ഓൾറെഡി പ്രസൻ്റ് ആയിട്ടുള്ള ഒരു സാധനം എന്താണ് നമ്മൾ ഏതെങ്കിലും ഒരു പ്രോസസ്സിലൂടെ റിമൂവ് ആയി പോയാൽ അതിന് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നതിനാണ് എൻറിച്ച്മെൻറ്റ് എന്ന് പറയുക. അതാണ് ഫുഡ് ഫോർട്ടിഫിക്കേഷനും എൻറിച്ച്മെൻറ്റും തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത്. പിന്നെ FFRCൻ്റെ ഫുൾ ഫോം എന്ന് പഠിച്ചു നോക്കണേ. FFRC എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫുഡ് ഫോർട്ടിഫിക്കേഷൻ റിസോഴ്സ് സെൻറ്റർ. ഫുഡ് ഫോർട്ടിഫിക്കേഷൻ റിസോഴ്സ് സെൻറ്റർ. ഇത് FSSAIൻ്റെ ഒരു സെറ്റപ്പാണ്. FSSAIൻ്റെ ഒരു സെറ്റപ്പാണ്. എന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ലാർജ് സ്കെയിൽ ഫോർട്ടിഫിക്കേഷനൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്, ലാർജ് സ്കെയിൽ ഫോർട്ടിഫിക്കേഷനൊക്കെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു സപ്പോർട്ട് സെൻറ്ററാണ് എന്തെന്ന് പറയുന്നത്, ഫുഡ് ഫോർട്ടിഫിക്കേഷൻ റിസോഴ്സ് സെൻറ്റർ എന്ന് പറയുന്നത്. ഓക്കെ, FSSAIൻ്റെ ഒരു സെറ്റപ്പാണ് വിത്ത് സപ്പോർട്ട് ഫ്രം ടാറ്റ ട്രസ്റ്റിൻ്റെ സപ്പോർട്ട് കൂടി FSSAI ഉണ്ടാക്കിയൊരു സെറ്റപ്പാണ് എന്തെന്ന് പറയുന്നത് ഫുഡ് ഫോർട്ടിഫിക്കേഷൻ റിസോഴ്സ് സെൻറ്റർ എന്ന് പറഞ്ഞാൽ. അപ്പോൾ അതിലൂടെ നമുക്ക് ലാർജ് സ്കെയിൽ ഫോർട്ടിഫിക്കേഷനൊക്കെ അക്രോസ് ഇന്ത്യ നമുക്ക് പ്രൊമോട്ട് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. പിന്നെ ഈ ഫുഡ് ഫോർട്ടിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ സയൻറ്റിഫിക്കലി പ്രൂവൺ ആയിട്ടുള്ള ഒരു മെത്തേഡാണ്. അതുപോലെ തന്നെ കോസ്റ്റ് എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു മെത്തേഡ് കൂടിയാണ് കേട്ടോ. മൈക്രോ ന്യൂട്രിയൻ്റ് ഡെഫിഷ്യൻസീസ് ഒക്കെ പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു മെത്തേഡാണ് ഈ ഫുഡ് ഫോർട്ടിഫിക്കേഷൻ എന്ന് പറയുന്നത്. പിന്നെ ഏതെങ്കിലും ഒരു ഫുഡ് നമ്മൾ ഫോർട്ടിഫൈഡ് ആണെങ്കിൽ അതിന് ഇങ്ങനെ ഒരു ലോഗോ യൂസ് ചെയ്തിട്ടുണ്ടാവും, +F എന്ന് പറയുന്നുള്ളൊരു ലോഗോ യൂസ് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ ഇത് നമ്മൾ ആദ്യമായിട്ടല്ല, ഒക്ടോബർ 2016 FSSAIയുടെ നിർദ്ദേശപ്രകാരം എന്ത് ചെയ്തിട്ടുണ്ട്, കുറച്ച് ഫുഡ് ഫോർട്ടിഫൈ ചെയ്തിട്ടുണ്ട്. ഇത് ഫുഡ് ഫോർട്ടിഫിക്കേഷൻ അപ്പോഴല്ല കേട്ടോ സ്റ്റാർട്ട് ചെയ്ത്, അതിന് മുന്നേ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നമ്മൾ ഒക്ടോബറിൽ 2016 ഒക്ടോബറിനകത്ത് FSSAI ഓപ്പറേഷണലൈസ്ഡ് ദ ഫോർട്ടിഫിക്കേഷൻ ഓഫ് ഫോളോയിങ് ഫുഡ്സ്. ഏതൊക്കെ ഫുഡാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഒന്ന് വീറ്റ് ഫ്ലോറും അതുപോലെ തന്നെ റൈസും. എന്ത് വെച്ചാൽ ഫോർട്ടിഫൈ ചെയ്തതെന്ന് വെച്ചാൽ അയൺ, അതുപോലെ തന്നെ ഫോളിക് ആസിഡ്, വൈറ്റമിൻ B12. ഫോളിക് ആസിഡ് എന്ന് വെച്ചാൽ വൈറ്റമിൻ B9 അതുപോലെ തന്നെ വൈറ്റമിൻ B12. ഇതൊക്കെ വെച്ചിട്ട് ഫോർട്ടിഫൈ ചെയ്തതാണ് വീറ്റ് ഫ്ലോർ റൈസ്. പിന്നെ മിൽക്കും അതുപോലെ തന്നെ എഡിബിൾ ഓയിലും. അതുപോലെ തന്നെ എഡിബിൾ ഓയിലിൻ്റെ കേസിൽ എന്ത് ചെയ്തിട്ടുണ്ട്, വൈറ്റമിൻ എയും ഡിയും വെച്ച് ഫോർട്ടിഫൈ ചെയ്തു. മിൽക്കും ഓയിലും എയും ഡിയും വെച്ച് ഫോർട്ടിഫൈ ചെയ്തു. പിന്നെ ഡബിൾ ഫോർട്ടിഫൈഡ് സാൾട്ട് എന്ന് പറയും. ഡബിൾ ഫോർട്ടിഫൈഡ് സാൾട്ട് ആണെങ്കിൽ അയണും വെച്ചിട്ട് ഫോർട്ടിഫൈ ചെയ്തു. ഡബിൾ ഫോർട്ടിഫൈഡ് എന്ന് പറയുമ്പോൾ അയഡിനും അയൺ വെച്ചിട്ട് ഫോർട്ടിഫൈ ചെയ്തതാണ്. അപ്പോൾ ഒക്ടോബർ 2016 FSSAI ഓപ്പറേഷണലൈസ്ഡ് ദ ഫോർട്ടിഫിക്കേഷൻ ഓഫ് ദീസ് ഫുഡ്സ്. ഓക്കെ, ഒന്ന് ഏതാ നമ്മൾ പറഞ്ഞ വീറ്റ് ഫ്ലോറും റൈസും, അത് ഫോളിക് ആസിഡ്, അതുപോലെ തന്നെ അയൺ, വിറ്റാമിൻ B12. പിന്നെ DFS എന്ന് പറയുമ്പോൾ ഡബിൾ ഫോർട്ടിഫൈഡ് സാൾട്ട്, അതിനകത്ത് അയഡിനും അതുപോലെ തന്നെ അയണും വന്നിട്ടുണ്ട്. മിൽക്കും എഡിബിൾ ഓയിലിനകത്ത് വൈറ്റമിൻ എയും ഡിയും. ഓക്കെ, അപ്പോൾ ഈ മൈക്രോ ന്യൂട്രിയൻസ് വെച്ചിട്ട് ഫോർട്ടിഫൈ ചെയ്ത പ്രോഡക്ട്സ് ആണ്. അത് ഏതാണ്, FSSAIൻ്റെ ഒരു ഓപ്പറേഷൻ ആയിരുന്നു അത്. പിന്നെ ഇൻ്റർനാഷണൽ കോണ്ടെക്സ്റ്റിൽ അത് നമുക്ക് ആവശ്യമില്ല. പിന്നെ പറയാനുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, എന്തിനാണ് നമ്മൾ ഈ പറഞ്ഞിരിക്കുന്ന ഫോർട്ടിഫിക്കേഷൻ ചെയ്യുന്നത്? അതായത് പറയാം, നമുക്കിപ്പോഴും അറിയാം ഒരുപാട് മാൽന്യൂട്രീഷൻ പ്രകാരം, ഇപ്പോൾ ക്വാഷിയോർക്കർ, മരാസ്മസ് എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അല്ലെങ്കിൽ നമുക്ക് ചുറ്റും നോക്കിയാൽ തന്നെ നമുക്കറിയാം അനീമിയ വന്നിട്ടുള്ള ഒരുപാട് കുട്ടികൾ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ ഒരുപാട് ഇപ്പോഴും നമുക്ക് മാൽന്യൂട്രീഷൻ, മൈക്രോ ന്യൂട്രിയൻ്റ് മാൽന്യൂട്രീഷൻ ഇപ്പോഴും നമ്മൾ കാണുന്നുണ്ട്. ഈ ക്വാഷിയോർക്കർ എന്നൊക്കെ പറഞ്ഞാൽ അത് പ്രോട്ടീൻ്റെ കുറവ് മൂലം ഉണ്ടാകുന്നതാണ്. ഈ മാൽന്യൂട്രീഷൻ മൈക്രോ ന്യൂട്രിയൻ്റ് മാൽന്യൂട്രീഷനാണ്. MNM എന്ന് പറയും. എന്താണ്, മൈക്രോ ന്യൂട്രിയൻ്റ് മാൽന്യൂട്രീഷൻ. ഇതിന് നമ്മൾ ഹിഡൻ ഹങ്കർ എന്നുകൂടി അറിയപ്പെടുന്നു.
ഹിഡൻ ഹങ്കർ എന്നുകൂടി അറിയപ്പെടുന്നു. ഇത് വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു ഹെൽത്ത് റിസ്ക് തന്നെയാണ്. അപ്പോൾ ഇന്ത്യനകത്ത് ഒരുപാട് മൈക്രോ ന്യൂട്രിയൻ്റ് ഡെഫിഷ്യൻസീസ് ഉണ്ട്. ഏതൊക്കെ കോസ് ചെയ്യുന്നത്? വൈറ്റമിൻ എൻ്റെ ഡെഫിഷ്യൻസി ഉണ്ട്, അയഡിൻ്റെ ഡെഫിഷ്യൻസി ഉണ്ട്, അയണിൻ്റെ ഡെഫിഷ്യൻസി ഉണ്ട്, ഫോലിക് ആസിഡിൻ്റെ ഡെഫിഷ്യൻസി ഉണ്ട്. ഇതുപോലുള്ള പല മൈക്രോ ന്യൂട്രിയൻസിൻ്റെയും ഡെഫിഷ്യൻസീസ് ഇന്ത്യനകത്ത് ഒരുപാടുണ്ട്. ഇതിൻ്റെയൊക്കെ ഡെഫിഷ്യൻസി ഇപ്പോൾ നമ്മൾ വൈറ്റമിൻ എൻ്റെ ഡെഫിഷ്യൻസി മൂലം നമുക്കറിയാം നൈറ്റ് ബ്ലൈൻഡ്നെസ് കോസ് ചെയ്യും അല്ല, നൈറ്റ് ബ്ലൈൻഡ്നെസ്. അയഡിനാകുമ്പോൾ അവിടെ ഗോയിറ്റർ കോസ് ചെയ്യും. അയണാകുമ്പോൾ നമുക്ക് അനീമിയ കോസ് ചെയ്യും. അതുപോലെ തന്നെ ഫോലിക് ആസിഡ് ആകുമ്പോൾ ബാക്കിയുള്ള ബർത്ത് ഡിഫക്ട്സ് ഒക്കെ കോസ് ചെയ്യും. അപ്പോൾ പലതരത്തിലുള്ള ഡിസീസസാണ് ഇവർ കോസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നമുക്കിവിടെ ഫോർട്ടിഫിക്കേഷൻ്റെ ആവശ്യകത വളരെ അധികമാണ്. ഇനി നമ്മൾ ഫോർട്ടിഫിക്കേഷൻ ചെയ്തു എന്ന് വിചാരിച്ചു, അതിൻ്റെ ബെനഫിറ്റ്സ് എന്തൊക്കെയാണെന്ന് നമുക്ക് അറിയണ്ടേ. ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കിങ്ങനെ ന്യൂട്രിയൻസ് ഒരു ഫുഡിനകത്തേക്ക് ആഡ് ചെയ്യുന്നതിലൂടെ, ഇപ്പോൾ നമ്മൾ റൈസിലൊക്കെ ആഡ് ചെയ്തിട്ടുണ്ടല്ലോ, അത് നമ്മുടെ സ്റ്റേപ്പിൾ ഫുഡാണ്. അപ്പോൾ അങ്ങനെയുള്ള സ്റ്റേപ്പിൾ ഫുഡ്സിൽ ആഡ് ചെയ്യുന്നതിലൂടെ അതെന്താണ്, വൈഡ്ലി കൺസ്യൂം ചെയ്യുന്ന ഒരു പ്രൊഡക്റ്റ് കൂടിയാണ് ഈ റൈസും വീറ്റ് ഫ്ലോറും എന്നൊക്കെ പറയുന്നത്. അതുകൊണ്ട് തന്നെ ഒരു ലാർജ് സെക്ഷൻ ഓഫ് പോപ്പുലേഷനിലേക്ക് നമുക്കിത് അറ്റ് എ ടൈമിൽ എത്തിക്കാൻ സാധിക്കുന്നുണ്ട്. അതാണ് ഫുഡ് ഫോർട്ടിഫിക്കേഷൻ്റെ ഒരു ബെനിഫിറ്റ് എന്ന് പറയുന്നത്. പിന്നെന്താണ്, ഒരു സേഫ് ആയിട്ടുള്ള മെത്തേഡാണ്. ന്യൂട്രീഷൻ നമ്മുടെ പീപ്പിളിനകത്ത് ന്യൂട്രീഷൻ ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട്, ഇമ്പ്രൂവിങ് ന്യൂട്രീഷന് വേണ്ടിയിട്ടുള്ള ഒരു സേഫ് ആയിട്ടുള്ള ഒരു മെത്തേഡാണ്. പിന്നെ ഇവിടെ നമ്മൾ ഒരുപാട് ക്വാണ്ടിറ്റി ഒന്നും അല്ല ആഡ് ചെയ്യുന്നുള്ളത്, ഒരു സ്മോൾ ക്വാണ്ടിറ്റിയാണ്. കാരണം മൈക്രോ ന്യൂട്രിയൻ്റ് ആണ്. നമ്മുടെ റെക്കമെൻഡഡ് ഡെയിലി അലവൻസ് പ്രകാരം ഒരു സ്മോൾ ക്വാണ്ടിറ്റിയാണ് നമ്മൾ അതിലേക്ക് ആഡ് ചെയ്യുന്നുള്ളത്. അതുകൊണ്ട് തന്നെ നമുക്കിതൊരു തരത്തിലുള്ള ഹെൽത്ത് റിസ്ക്കും കോസ് ചെയ്യില്ല. പിന്നെ നമുക്ക് എന്താ പറയുക, കോസ്റ്റ് എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു മെത്തേഡാണ്. ഇതിനകത്ത് നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് ഇന്ന ഫോർട്ടിഫൈഡ് ഫുഡ് കഴിക്കണം അങ്ങനെയല്ല ഒരിക്കലും പറയുന്നത്. നമ്മൾ ഡെയിലി റൂട്ടീനിൽ കഴിക്കുന്ന ആ ഫുഡ് തന്നെയാണ് ഫോർട്ടിഫൈഡ് ആയിട്ട് തരുന്നത് അല്ലേ. നമ്മൾ ഡെയിലി രാവിലെ തൊട്ട് വൈകുന്നേരം വരെ കുക്ക് ചെയ്യുന്ന എല്ലാ സാധനങ്ങളിലും എന്തടങ്ങിയിട്ടുണ്ട്, സാൾട്ട് അടങ്ങിയിട്ടുണ്ട് അല്ലേ. അപ്പോൾ ആ സാൾട്ട് അയഡിൻ അതുപോലെ തന്നെ അയണിൻ ചേർത്തിട്ടുള്ള സാൾട്ടാണെങ്കിൽ നമുക്കത് സോൾട്ട് കഴിക്കുന്നതിലൂടെ അതും കൂടി നമ്മുടെ ബോഡിയിലേക്ക് എത്തുന്നുണ്ട്. അതുപോലെ തന്നെ ഉച്ചയ്ക്ക് നമ്മളിപ്പോൾ അരി വെച്ചിട്ട് ചോറ് കഴിക്കുമ്പോൾ ആ സമയത്ത് ആ വൈറ്റമിൻ ഫോലിക് ആസിഡ്, വൈറ്റമിൻ B12 ഒക്കെ നമുക്ക് കിട്ടുന്നുണ്ട്. അതായത് നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് അതിനെ കൺസ്യൂം ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മൾ ഏത് നേരത്താണോ അത് കഴിക്കുന്നത് അതിൻ്റെ കൂടെ തന്നെ, അതായത് നമ്മുടെ ഫുഡ് ഹാബിറ്റ്സ് നമ്മൾ മാറ്റേണ്ട ആവശ്യകതയൊന്നുമില്ല. ഓക്കെ, അങ്ങനെയാണ് വരുന്നത്. പിന്നെ നമ്മളിത് ആഡ് ചെയ്യുന്നതിലൂടെ, ഫോർട്ടിഫൈ ചെയ്യുന്നതിലൂടെ ഇതിൻ്റെ ടേസ്റ്റിനോ അല്ലെങ്കിൽ അതിൻ്റെ അരോമയ്ക്കോ അല്ലെങ്കിൽ ടെക്സ്ചറിനോ യാതൊരുവിധ മാറ്റവും സംഭവിക്കുന്നില്ല. ഇതൊക്കെ നമ്മുടെ ഫോർട്ടിഫിക്കേഷൻ്റെ ബെനഫിറ്റ്സ് ആയിട്ടാണ് വരുന്നത്. ഇനി ടൈപ്സ് ഓഫ് ഫോർട്ടിഫിക്കേഷൻ എന്ന് പറഞ്ഞിട്ട് ഡിഫറെൻറ്റ് ടൈപ്സ് ഉണ്ട്. ഓക്കെ, ഇത്രയാണ് ബെനഫിറ്റ്സ് ക്ലിയർ ആണല്ലോ. ടൈപ്പ് ഓഫ് ഫോർട്ടിഫിക്കേഷൻ എന്ന് പറയുമ്പോൾ ഒന്ന് മാസ് ഫോർട്ടിഫിക്കേഷൻ, ഇവിടെ അല്ലെങ്കിൽ യൂണിവേഴ്സൽ ഫോർട്ടിഫിക്കേഷൻ എന്ന് പറയും. അതായത് മാസ്സായിട്ട് വൈഡ്ലി കൺസ്യൂം ചെയ്യുന്ന ജനറൽ പോപ്പുലേഷന് മൊത്തം, ഇപ്പോൾ നമ്മൾ റൈസൊക്കെ ഇത് ചെയ്തില്ലേ, അതായത് ഒരു മൊത്തം പോപ്പുലേഷനെ ടാർഗറ്റ് ചെയ്യുന്നില്ല, മൊത്തം പോപ്പുലേഷനെ ഉദ്ദേശിച്ചുകൊണ്ട് മാസ്സായിട്ട് നമ്മൾ ഫോർട്ടിഫൈ ചെയ്തിട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അതായത് ഇപ്പോൾ നമ്മൾ പറഞ്ഞ നമ്മുടെ വീറ്റ് ഫ്ലോർ, റൈസൊക്കെ പറഞ്ഞില്ലേ, അത് നമ്മൾ ഒരു ഗ്രൂപ്പിന് മാത്രമല്ലല്ലോ, മൊത്തം ആൾക്കാരെ ഉദ്ദേശിച്ചിട്ടല്ല ചെയ്യുന്നത്. അതാണ് മാസ്. ഇനി ടാർഗറ്റഡ് ഫോർട്ടിഫിക്കേഷൻ എന്ന് പറയുമ്പോൾ എന്താണ്, ഒരു ഗ്രൂപ്പിന് മാത്രം നമ്മൾ ടാർഗറ്റ് ചെയ്തിട്ട് ചെയ്യുന്നതാണ്. ഒരു സ്പെസിഫിക് പോപ്പുലേഷൻ, അതായത് ഇപ്പോൾ നമ്മൾ പ്രഗ്നൻ്റ് ആയിട്ടുള്ള വിമൻ, അവർക്ക് ഫോലിക് ആസിഡിൻ്റെ കണ്ടൻറ്റ് കൂടുതൽ ആവശ്യമാണ്. അതുപോലെ തന്നെ ഇപ്പോൾ ചെറിയ കുട്ടികൾക്ക് എന്നത് ആവശ്യമാണ്. അതുപോലെ തന്നെ അഡോൾസൻ്റ് ഏജിലുള്ള കുട്ടികൾക്ക് അവർക്ക് അനീമിയ വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അവർക്ക് നമ്മൾ അയൺ റിച്ച് ആയിട്ടുള്ള ഫുഡ് കൊടുക്കണം. അപ്പോൾ ആ ഒരു ടാർഗറ്റ് ഗ്രൂപ്പിനെ വെച്ച് മാത്രം ചെയ്യുന്നതിനെയാണ് ടാർഗറ്റഡ് ഫോർട്ടിഫിക്കേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ടാർഗറ്റഡ് ഫോർട്ടിഫിക്കേഷൻ എന്ന് പറയുന്നത്. പിന്നൊന്നാണ് ഇത് മാർക്കറ്റ് ഡ്രിവൺ ആണ്. അതായത് മാർക്കറ്റിൻ്റെ ബേസിസിൽ, അതായത് ഓരോ മാർക്കറ്റ് ഡ്രിവൺ അല്ലെങ്കിൽ ഇൻഡസ്ട്രി ഡ്രിവൺ എന്ന് പറയാം, അല്ലെങ്കിൽ ഓപ്പൺ മാർക്കറ്റ് പറയാം, അല്ലെങ്കിൽ ഫ്രീ മാർക്കറ്റ് ഫോർട്ടിഫിക്കേഷൻ എന്ന് പറയാം. ഇവിടെ ഫുഡ് മാനുഫാക്ചറർ വോളണ്ടറിലി ആയിട്ട് അവർ ചെയ്യാണ്, അറിഞ്ഞുകൊണ്ട് അതിനകത്തേക്ക് ഇന്ന സാധനം ആഡ് ചെയ്തിട്ട് കൊടുക്കുകയാണ്. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ അങ്ങനെ ചെയ്യുമ്പോൾ അവിടെ എഴുതിയിട്ടുണ്ടാവും, അതായത് നമ്മുടെ പാക്കറ്റിൻ്റെ മേലെ എഴുതിയിട്ടുണ്ടാവും വിറ്റാമിൻ എ റിച്ച് അല്ലെങ്കിൽ വിറ്റാമിൻ എ ഫോർട്ടിഫൈഡ് റൈസ് അങ്ങനെ എഴുതിയിട്ടുണ്ടാവും. അത് ആ ഓരോരോ ബിസിനസ്സിൻ്റെ ഇതാണ്. അതായത് ചോക്ലേറ്റ് ഡ്രിങ്ക് പൗഡർ, ബ്രേക്ക്ഫാസ്റ്റ് സെറിയൽ അങ്ങനെയൊക്കെ കൊടുക്കുന്നില്ലേ, അതൊക്കെയാണ് മാർക്കറ്റ് ബേസ്ഡ് ആയിട്ട് വരുന്നുള്ളത്, മാർക്കറ്റ് ഡ്രിവൺ ഫോർട്ടിഫിക്കേഷനിൽ വരുന്നുള്ളത്. അപ്പോൾ മാസ്, ടാർഗറ്റഡ്, അതുപോലെ തന്നെ മാർക്കറ്റ്. ഈ മാസ് ഫോർട്ടിഫിക്കേഷൻ നമ്മൾ ചെയ്യുന്നത് മാൻഡേറ്ററി ആയിട്ട് ചെയ്യുന്നുള്ളതാണ്. ഇപ്പോൾ റൈസ്, വൈറ്റമിൻ എ ആയിട്ട് നമ്മൾ ചെയ്യുന്നതൊക്കെ മാൻഡേറ്ററി ആയിട്ട് നമ്മൾ ചെയ്യുന്നതാണ്. ടാർഗറ്റഡ് എന്ന് പറയുന്നത് ചിലപ്പോൾ നമ്മൾ മാൻഡേറ്ററി ആയിട്ട്, അതായത് ഇപ്പോൾ നമ്മൾ അംഗനവാടികളിൽ നിന്നൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടാവും, ഇത് നമ്മുടെ അയൺ ഗുളികയൊക്കെ നമുക്ക് കിട്ടാറില്ലേ അഡോൾസൻ്റ് ഏജിലുള്ള കുട്ടികൾക്ക്. അപ്പോൾ അതൊക്കെ
മാൻഡേറ്ററി ആയിട്ട് ചെയ്യുന്നതാണ്. ചില സമയത്ത് വോളണ്ടറിയും ചെയ്യാറുണ്ട്. മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ മാൻഡേറ്ററി ഒന്നും അല്ല, അവർ സ്വമേധയാ ചെയ്യുന്നതാണ് ഏത് മാർക്കറ്റിൻ്റെ കേസിൽ വരുന്നത്. പിന്നെ നമുക്ക് ഹൗസ് ഹോൾഡ് ഫോർട്ടിഫിക്കേഷൻ വരുന്നുണ്ട്. അതായത് നമ്മുടെ ഹൗസ് ഹോൾഡ് ലെവലിൽ എന്തെങ്കിലും മൈക്രോ ന്യൂട്രിയൻ്റ് ആഡ് ചെയ്തിട്ട് ഫുഡ് കഴിക്കുകയാണെങ്കിൽ അതിനെ നമുക്ക് ഹൗസ് ഹോൾഡ് എന്ന് പറയാം. ഇനി ബയോ ഫോർട്ടിഫിക്കേഷൻ ഓഫ് സ്റ്റാപ്പിൾ ഫുഡ് വരുന്നുണ്ട്. അതായത് നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഗോൾഡൻ റൈസ് എന്നൊക്കെ കേട്ടിട്ടില്ലേ, അതായത് ജനറ്റിക് മോഡിഫിക്കേഷൻ ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത്. ജനറ്റിക്കലി ഒരു പ്ലാന്റിനെ മോഡിഫൈ ചെയ്തു. ഇപ്പോൾ ഗോൾഡൻ റൈസ് എന്ന് പറഞ്ഞാൽ വിറ്റാമിൻ എ റിച്ച് റൈസാണ് ഗോൾഡൻ റൈസ് എന്ന് പറയുന്നത്. അവിടെ നമ്മൾ ജനറ്റിക്കലി മോഡിഫൈ ചെയ്ത ഒരു പ്ലാന്റാണ് ഈ ഗോൾഡൻ റൈസ് കിട്ടുന്നുള്ളത്. ആ ഒരു പ്ലാന്റിൽ നമ്മൾ വിറ്റാമിൻ എ റിച്ച് റൈസാണ് കിട്ടുന്നുള്ളത്. അപ്പോൾ അങ്ങനെ ജനറ്റിക്കലി മോഡിഫിക്കേഷൻ വഴി ചെയ്യുന്നതിന് നമ്മളെന്താ പറയും, ബയോ ഫോർട്ടിഫിക്കേഷൻ ഓഫ് സ്റ്റേപ്പിൾ ഫുഡ്സ് എന്ന് പറയും. ഓക്കെ. പിന്നെ അതുപോലെ തന്നെ ക്വാളിറ്റി പ്രോട്ടീൻ മെയ്സ് കിട്ടുന്ന വെറൈറ്റീസ് ഉണ്ട്. അതെന്തുകൊണ്ടാണ്, അതിനെ നമ്മൾ അതുപോലെ തന്നെ ജനറ്റിക്കലി മോഡിഫൈ ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അത്രയാണ് ഫോർട്ടിഫിക്കേഷനെ കുറിച്ച് പറയാനുള്ളത്. ഇനി നമ്മൾ ഏത് ന്യൂട്രിയൻ്റ് ആണോ ആഡ് ചെയ്യുന്നത്, ഇപ്പോൾ നമ്മൾ എക്സാമ്പിൾ നേരത്തെ പറഞ്ഞു വൈറ്റമിൻ എ നമ്മൾ മിൽക്കിലേക്കും അതുപോലെ തന്നെ എഡിബിൾ ഓയിലിലേക്കും ആഡ് ചെയ്യുന്നുണ്ട് പറഞ്ഞു. അപ്പോൾ ആ മൈക്രോ ന്യൂട്രിയൻറ്റിനെ നമ്മൾ ഫോർട്ടിഫിക്കൻ്റ് എന്ന് പറയും. ഫോർട്ടിഫിക്കൻ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഏത് മൈക്രോ ന്യൂട്രിയൻറ്റിനെയാണോ ആഡ് ചെയ്യുന്നത് അതിന് നമ്മൾ ഫോർട്ടിഫിക്കൻ്റ് എന്ന് പറയും. ഫോർ എക്സാമ്പിൾ സോൾട്ടിലേക്ക് നമ്മൾ അയഡിനാണ് ആഡ് ചെയ്യുന്നത്. അപ്പോൾ ഈ അയഡിനെ നമ്മൾ എന്ത് പറയും, ഫോർട്ടിഫിക്കൻ്റ് എന്ന് പറയും. അയഡിനാണ് ഫോർട്ടിഫിക്കൻ്റ്. അപ്പോൾ ഫുഡ് വെഹിക്കിൾ എന്ന് പറയുന്നത് എന്തായിരിക്കും, ഈ അയഡിൻ ഏതിലേക്കാണ് ആഡ് ചെയ്യുന്നത്, സാൾട്ട്. അപ്പോൾ സാൾട്ടാണ് ഫുഡ് വെഹിക്കിൾ, ഇതാണ് ഫോർട്ടിഫിക്കൻ്റ്. അപ്പോൾ വൈറ്റമിൻ എ ആണ് ഫോർട്ടിഫിക്കൻ്റ്, അത് ഏതിലേക്ക് ആഡ് ചെയ്യുന്ന മിൽക്ക്, അതാണ് ഫുഡ് വെഹിക്കിൾ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അങ്ങനെയാണ് ഫുഡ് ഫോർട്ടിഫിക്കൻറ്റും അതുപോലെ തന്നെ വെഹിക്കിളും. ഇനി ഇന്ത്യനകത്ത് നമ്മൾ നേരത്തെ എന്താ പറഞ്ഞത്, FSSAI ഒക്ടോബർ 16 ഓപ്പറേഷണലൈസ്ഡ് ചെയ്തിരിക്കുന്ന കുറച്ച് ഫുഡ് പ്രൊഡക്ട്സിൻ്റെ കേസ് നമ്മൾ പറഞ്ഞു, ഫോർട്ടിഫൈഡ് ഫുഡ് പ്രൊഡക്ട്സ്. ഇവിടെ നമ്മൾ ഇന്ത്യനകത്ത് എപ്പോഴാണ് സ്റ്റാർട്ട് ചെയ്തതെന്നാണ് പറയുന്നത്. ഇതിപ്പോൾ അറൗണ്ട് 1953 നമ്മൾ ഏത് ആഡ് ചെയ്തത്, ഫുഡ് ഫോർട്ടിഫിക്കേഷൻ ഇന്ത്യയിൽ വന്നിരിക്കുന്നത്. ഓക്കെ, 1953 ഫുഡ് ഫോർട്ടിഫിക്കേഷൻ ഇന്ത്യയിൽ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വനസ്പതി കേട്ടിട്ടുണ്ടല്ലോ, വനസ്പതിയിൽ വൈറ്റമിൻ എ വെച്ചിട്ട് ഫോർട്ടിഫൈ ചെയ്ത് അത് മാൻഡേറ്ററി ആക്കിയിട്ടുണ്ട്. അപ്പോഴാണ് ഇത് ശരിക്കും നിലവിൽ വരുന്നത് 1953 ഇന്ത്യയിൽ. ഓക്കെ, പിന്നെ 1962 അയഡൈസ്ഡ് സാൾട്ട് മാൻഡേറ്ററി ആക്കി. അപ്പോൾ ഫസ്റ്റ് വനസ്പതി, ഫോർട്ടിഫിക്കേഷൻ ഓഫ് വനസ്പതി വിത്ത് വിറ്റാമിൻ എ. അപ്പോൾ ഇവിടെ വനസ്പതി എന്താണ്, ഫുഡ് വെഹിക്കിളാണ്. വൈറ്റമിൻ എ എന്താണ്, ഫുഡ് ഫോർട്ടിഫിക്കൻ്റ് ആണ്. ഓക്കെ, ഫുഡ് ഫോർട്ടിഫിക്കൻ്റ് അല്ല, വെറും ഫോർട്ടിഫിക്കൻ്റ്. ഓക്കെ, അപ്പോൾ 1953 അത് നടന്നു. അതിനുശേഷം 1962 എന്ത് നടന്നു, അയഡൈസ്ഡ് സാൾട്ട് കമ്പൾസറി ആക്കി. ഈ അയഡൈസ്ഡ് സാൾട്ട് ആരാണ് കമ്പൾസറി ആക്കിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നാഷണൽ ഗോയിറ്റർ കൺട്രോൾ പ്രോഗ്രാം. അങ്ങനെ ഒരു പ്രോഗ്രാമിലൂടെയാണ് അയഡൈസ്ഡ് സാൾട്ടിൻ്റെ ഇമ്പോർട്ടൻസ് മനസ്സിലാക്കിക്കൊണ്ട് അയഡൈസ്ഡ് സാൾട്ട് നിർബന്ധമാക്കിയത്, നാഷണൽ ഗോയിറ്റർ കൺട്രോൾ പ്രോഗ്രാം. ഓക്കെ, പിന്നെ ഈ പറഞ്ഞിരിക്കുന്ന നമ്മുടെ 5 ഇയർ പ്ലാൻ ഉണ്ടല്ലോ, 10th 5 ഇയർ പ്ലാൻ, 11th 5 ഇയർ പ്ലാൻ, അതുപോലെ തന്നെ 12th 5 ഇയർ പ്ലാൻ, ഇതിലൊക്കെ ഫുഡ് ഫോർട്ടിഫിക്കേഷന് റെക്കമെൻഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, പിന്നെ നമുക്കറിയാം ICDS, അതായത് എന്താണ്, ഇൻ്റഗ്രേറ്റഡ് ചൈൽഡ് ഡെവലപ്മെൻറ്റ് സർവീസസ് എന്ന് പറയും. ഇൻ്റഗ്രേറ്റഡ് ചൈൽഡ് ഡെവലപ്മെൻറ്റ് സർവീസസ്, അതൊരു ഇനീഷ്യേറ്റീവാണ്, നമ്മുടെ ഗവൺമെൻറ് എടുക്കുന്ന ഒരു ഇനീഷ്യേറ്റീവാണ്. അതുപോലെ തന്നെ ഉച്ചഭക്ഷണം, മിഡ് ഡേ മീൽ, അതും ഇതുപോലുള്ള ന്യൂട്രീഷൻ ആൾക്കാരിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഇനീഷ്യേറ്റീവ് തന്നെയാണ്. പിന്നെ പ്രഗ്നൻ്റ് ആയിട്ടുള്ളവർക്ക്, ലാക്ടേറ്റിംഗ് വുമന്, അതുപോലെ തന്നെ പ്രീ സ്കൂൾ ചിൽഡ്രൻസ് ഉണ്ടാവുമല്ലോ, അവർക്ക് സ്കൂൾ ചിൽഡ്രന്, അങ്ങനെയുള്ള പല പോപ്പുലേഷൻസിനും നമ്മൾ ഒരുപാട് പോഷകാഹാരങ്ങൾ എത്തിക്കുന്നുണ്ട്. അതും ഒരു ഗവൺമെൻറ്റിൻ്റെ ഇനീഷ്യേഷൻ തന്നെയാണ്. പിന്നെ നമുക്ക് വേറെ ഒന്ന് ഫുൾ ഫോം പഠിക്കണം, നാഷണൽ ന്യൂട്രീഷൻ മിഷൻ. നാഷണൽ ന്യൂട്രീഷൻ മിഷൻ എന്ന് പറയുന്ന ഒരു മിഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഏതിൻ്റെ അണ്ടറിൽ, നീതി ആയോഗിൻ്റെ അണ്ടറിൽ നാഷണൽ ന്യൂട്രീഷൻ മിഷൻ എന്ന് പറയുന്നൊരു മിഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അവരുടെ വക ഒരു പരിപാടി ഉണ്ടായിരുന്നു, അതിൻ്റെ പേരാണ് കുപോഷൺ മുക്ത് ഭാരത്. കുപോഷൺ മുക്ത് ഭാരത് എന്ന് പറയുന്നത് ഇത് സെപ്റ്റംബർ 2017 നിലവിൽ വന്നത്. അതിൻ്റെ എയിം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 2020 ആകുമ്പോഴേക്ക് ഇന്ത്യ എന്ന് പറയുന്നത് മാൽന്യൂട്രീഷൻ ഫ്രീ ആയിരിക്കണം. ഓക്കെ, മാൽന്യൂട്രീഷൻ ഫ്രീ ആയിരിക്കണം എന്നാണ് ഈ കുപോഷൺ മുക്ത് ഭാരത് എന്ന് പറയുന്ന പരിപാടിയിലൂടെ ഉദ്ദേശിക്കുന്നത്. ഇത് ഏതിൻ്റെ പരിപാടിയാണ്, നാഷണൽ ന്യൂട്രീഷൻ മിഷൻ്റെ പരിപാടിയാണ്. ഓക്കെ, അപ്പോൾ അത്രയും ക്ലിയർ ആണല്ലോ.
പിന്നെ മാൻഡേറ്ററി ആയിട്ട് ഇപ്പോൾ നമ്മൾ പറഞ്ഞല്ലോ അയഡൈസ്ഡ് സാൾട്ട് നമുക്ക് മാൻഡേറ്ററി ആയിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞു. അതേപോലെ തന്നെ മിൽക്ക്, ഫോർട്ടിഫൈഡ് മിൽക്ക് കമ്പൽസറി ആയിട്ടുണ്ട്. എഡിബിൾ ഓയിൽ, ഫോർട്ടിഫൈഡ് എഡിബിൾ ഓയിൽ കമ്പൽസറി ആയിട്ടുണ്ട്. റൈസ് കമ്പൽസറി ആയിട്ടുണ്ട്. അതുപോലെ തന്നെ വീറ്റ് ഫ്ലോറും കമ്പൽസറി ആയിട്ടുണ്ട്. ഇത്രയും പ്രൊഡക്ട്സാണ് കമ്പൽസറി ആയിട്ട് വരുന്നുള്ളത്. ഓക്കെ, അപ്പോൾ നേരത്തെ ഞാൻ പറഞ്ഞല്ലോ ഡബിൾ ഫോർട്ടിഫൈഡ് സാൾട്ട് എന്ന് പറഞ്ഞു. ഇതെന്തിനു വേണ്ടിയിട്ടാണ്? അയൺ ഡെഫിഷ്യൻസി ഇല്ലാണ്ടാക്കാൻ വേണ്ടി നമ്മൾ കൊണ്ടുവന്നതാണ് ഡബിൾ ഫോർട്ടിഫൈഡ് സാൾട്ട് എന്ന് പറയുന്നത്. അയൺ ഡെഫിഷ്യൻസി അനീമിയയും അതുപോലെ തന്നെ അയൺ ഡെഫിഷ്യൻസി ഡിസോർഡേഴ്സും ഉണ്ടാവാറുണ്ട്. അതിനു വേണ്ടിയിട്ടാണ് നമ്മളത് കൊണ്ടുവന്നിരിക്കുന്നത്. ഓക്കെ ആണല്ലോ. പിന്നെ മിൽക്കിൻ്റെ കേസിൽ നമ്മളെന്താ പറഞ്ഞത്? മിൽക്കിൽ വൈറ്റമിൻ എയും ഡിയുമാണ് ഫോർട്ടിഫൈ ചെയ്തിരിക്കുന്നത്. വൈറ്റമിൻ എയും ഡിയും വെച്ചിട്ടാണ് അതിനെ ഫോർട്ടിഫൈ ചെയ്തിരിക്കുന്നത്. എഡിബിൾ ഓയിലും അതുപോലെ തന്നെ വൈറ്റമിൻ എയും ഡിയും വെച്ചിട്ടാണ് നമ്മൾ ഫോർട്ടിഫൈ ചെയ്തിരിക്കുന്നത്. പിന്നെ വൈറ്റമിൻ എ, വൈറ്റമിൻ ഡി, അതുപോലെ തന്നെ വൈറ്റമിൻ ഡി നമ്മൾ ചില സമയത്ത് യൂസ് ചെയ്യാറുണ്ട്. ഓക്കെ, ഈ വെജിറ്റബിൾ ഓയിൽസിലും ഡയറി പ്രൊഡക്ട്സിനകത്തൊക്കെ നമ്മൾ വൈറ്റമിൻ ഡി യൂസ് ചെയ്യാറുണ്ട്. വൈറ്റമിൻ സി ഫോർട്ടിഫൈഡ് ആയിട്ടുള്ള ചില ജ്യൂസസ് ഒക്കെ കാണാം കേട്ടോ. ജ്യൂസസ്, അതുപോലെ തന്നെ ബെവറേജസ്, അതുപോലെ തന്നെ ഡയറി പ്രൊഡക്ട്സ്, അതിലൊക്കെ നമ്മൾ വൈറ്റമിൻ സി യൂസ് ചെയ്യുന്നുണ്ട്. വൈറ്റമിൻ ബി കോംപ്ലക്സ് സാധാരണ ഗ്രെയിൻസിലൊക്കെയാണ് യൂസ് ചെയ്യാറുള്ളത്. പിന്നെ കാൽഷ്യം നമ്മൾ ഫ്രൂട്ട് ജ്യൂസസിലൊക്കെ യൂസ് ചെയ്യാറുണ്ട്. ഫ്ലൂറൈഡ് നമ്മൾ വാട്ടറിനകത്തും ടൂത്ത് പേസ്റ്റിനൊക്കെ നമ്മൾ ഫ്ലൂറൈഡ് യൂസ് ചെയ്യാറുണ്ട്. വൈറ്റമിൻ ഇ വരുന്നുള്ളത് മെയിനായിട്ട് ടോക്കോഫെറോൾ അസറ്റേറ്റ് ആയിട്ടാണ് വൈറ്റമിൻ ഇ നമ്മൾ ആഡ് ചെയ്യുന്നുള്ളത്. ഫാറ്റ്സിലും ഓയിൽസിലും തന്നെയാണ് വൈറ്റമിൻ ഇ നമ്മൾ ആഡ് ചെയ്യുന്നുള്ളത്. അപ്പോൾ ഇത്രയാണ് ഫുഡ് ഫോർട്ടിഫിക്കേഷനെ കുറിച്ച് പറയാനുള്ളത്. ഒരു ഇമ്പോർട്ടൻറ്റ് കാര്യം കൂടി പറയാനുണ്ട്. അയൺ ഉണ്ടല്ലോ, അയൺ നമ്മൾ എപ്പോഴും എന്താ ചെയ്യേണ്ടത്? അയൺ ഫോർട്ടിഫൈ ചെയ്തിരിക്കുന്ന ഒരു ഫുഡ് ഒരിക്കലും തലാസീമിയ എന്ന് പറയുന്ന കണ്ടീഷനുള്ള ആൾക്കാർ കൺസ്യൂം ചെയ്യാൻ പാടില്ല. ഓക്കെ, അയൺ ഫോർട്ടിഫൈഡ് ആയിട്ടുള്ള വീറ്റ് ഫ്ലോർ ഉണ്ട്, മൈദ ഉണ്ട്, റൈസ് ഉണ്ട്, ഇതൊക്കെ ഉണ്ട് അല്ലേ. പീപ്പിൾ വിത്ത് തലാസീമിയ മേ ടേക്ക് അണ്ടർ മെഡിക്കൽ സൂപ്പർവിഷൻസ്, അങ്ങനെയുള്ള ഡിക്ലറേഷൻസ് അതിനകത്ത് കൊടുത്തിരിക്കണം. അതായത് തലാസീമിയ ഉള്ളവർ അത് കൺസ്യൂം ചെയ്യാൻ പാടില്ല എന്ന് നമ്മളെപ്പോഴും എഴുതി കൊടുത്തിരിക്കണം. ഓക്കെ, അപ്പോൾ അയൺ ഫോർട്ടിഫൈ ചെയ്തിരിക്കുന്ന ഫുഡ് ഒരിക്കലും ആര് കഴിക്കാൻ പാടില്ല? തലാസീമിയ പേഷ്യൻസ് കഴിക്കാൻ പാടില്ല. അത് ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അതിൻ്റെ ഡിക്ലറേഷൻ നമ്മൾ ആ ഫുഡ് പ്രൊഡക്റ്റിൻ്റെ കവറിനകത്ത് എഴുതിയിട്ടുണ്ടാകണം. ഇതിനകത്ത് ഫോർട്ടിഫൈഡ് അയൺ കണ്ടെയ്ൻ ചെയ്യുന്നുണ്ട്, അപ്പോൾ തലാസീമിയ ഉള്ള പേഷ്യൻസ് അത് കഴിക്കാൻ പാടില്ല. അപ്പോൾ ഓക്കെ, ഇത്രയാണ് ഇന്നത്തെ വീഡിയോനകത്ത് പറയാനുള്ളത്.